കേരളം പൊതുവെ ലഹരിക്ക് അടിമയാണെന്ന് ചെറിയൊരു വാർത്തയല്ല. രണ്ടു കാലിൽ നടക്കാൻ പറ്റാത്ത തലമുറ രൂപപ്പെടുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിൻ്റെ ഫലമായി നിരവധിയായ അനർത്ഥങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. വെറുതെ പറയുന്നതല്ല. ഈ വർഷം ജനുവരിയും ഫെബ്രുവരിയും മാത്രമായി 67 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. അതിൽ പകുതിയിലേറെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്താലുള്ളതായിരുന്നു. കൊലപാതകത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം. ശരിക്കും പറഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി കേരളത്തിൽ ആത്മഹത്യയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. പലപ്പോഴും നമ്മൾ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രാദേശിക ജീവിത വ്യവഹാരങ്ങളിൽ തന്നെയും ഇത്തരം വൃത്തികെട്ട വസ്തുക്കൾ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കുഗ്രാമങ്ങളിൽ പോലും അത് സുലഭമായി ലഭിക്കുന്നു. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ ഉപഭോക്താക്കളും വിതരണക്കാരുമായി മാറുന്നു. വ്യത്യസ്ത യൂണിഫോമുമായി ചെറിയ മക്കൾ പിടിക്കപ്പെടുകയാണ്. എന്തിനാണ് അവരുടെ ബാഗിൽ കുറേ യൂണിഫോം? വിവിധ സ്കൂളുകളിൽ കയറി അവിടെയുള്ള യൂണിഫോം ധരിച്ച് ആ കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്ത് ആവശ്യക്കാർക്ക് ലഹരി നൽകി നല്ലൊരു സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വേറെ സ്കൂളിൻ്റെ അടുത്തെത്തി അവിടുത്തെ യൂണിഫോം ധരിച്ച് ആ കുട്ടികളുടെ ഇടയിൽ ചേർന്ന് അവർക്കും ലഹരി വിതരണം ചെയ്യാൻ മാത്രം ചെറിയ മക്കൾ പോലും സന്നദ്ധരാണ്. അവർക്ക് ധാരാളം പൈസ കിട്ടുന്നു, ലഹരി ഉപയോഗിക്കാൻ സൗജന്യമായി ലഭ്യമാകുന്നു. അതിനൊക്കെ അപ്പുറം അവരുടെ ഉമ്മയുടെയൊക്കെ പ്രായമുള്ളതും അതിൻ്റെ മേലെയും താഴെയുള്ളതൊക്കെ ആയിട്ടുള്ള സ്ത്രീകളുമായുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾക്കും ഇത്തരം കരിയർമാർക്ക് അവസരം കിട്ടുന്നു. വളരെ ഗുരുതരമായൊരു കേസ്. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായൊരു ഡി അഡിക്ഷൻ സെൻ്ററാണ് തിരൂരിലുള്ളത്. ഡി അഡിക്ഷൻ സെൻ്റർ നമുക്കൊക്കെ അറിയാം. ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങൾ. അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കൂടുതലായി ലഹരിയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണെന്നാണ്. പണ്ട് ഏതായാലും കുറേ നമ്മളൊക്കെ ഫ്രീക്കന്മാർ എന്ന രീതിയിൽ അവഗണിച്ച് നിർത്തിയവരോട് മാത്രം പറയേണ്ട പ്രഭാഷണങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ പറയേണ്ടി വരുന്നു. ഉമ്മമാരെയും സഹോദരിമാരെയും നിർത്തി പറയേണ്ടി വരുന്നു. ചെറിയൊരു ലോകമല്ല സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇങ്ങനെ ലഹരിയിലൂടെ മാത്രം ജീവിക്കുന്നവരുണ്ടായാൽ നമ്മുടെ മക്കൾക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവർ കിഡ്നാപ്പ് ചെയ്യപ്പെടും, റേപ്പ് ചെയ്യപ്പെടും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് അയൽവാസിയാകുന്ന 6 വയസ്സുകാരൻ എപ്പോഴും ആശ്രയിക്കുന്ന ഏട്ടാ എന്ന് വിളിച്ചു മാത്രം സംസാരിക്കുന്ന ഒരുത്തൻ പച്ചപ്പകൽ ആ കുട്ടിയെ സെക്സൽ ഹറാസ്മെൻറ്റിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത്. ലൈംഗിക പീഡനം. ചില വാക്കുകളൊക്കെ വിശദീകരിക്കാൻ എനിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട്. കുറേ പണ്ഡിതന്മാർ എന്നെ കേൾക്കുന്നു. പിന്നെ കുടുംബം ഒന്നിച്ചിരിക്കുകയാണ് ഈ വേദിയിൽ. കുടുംബം ഒന്നിച്ചിരിക്കുകയാണ്. മക്കളും ഉമ്മയും എല്ലാവരും കൂടെ ഉള്ളിടത്ത് വിശദീകരിക്കാൻ പറ്റാത്ത കുറേ പദങ്ങളുണ്ട്. പുതിയ ലോകത്ത് ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നവർക്ക് അതൊന്നും ഒരു വിഷയമല്ല എനിക്കറിയാം. എല്ലാ ചളി വർത്തമാനങ്ങളും എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളും കുടുംബം ഒന്നിച്ചിരുന്നിട്ട് ചുമരിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏട്ട എന്ന് വിളിച്ചു മാത്രം പിറകെ നടന്നിരുന്ന ഈ കുട്ടിയെ വൃത്തികേട് കാണിക്കാൻ പച്ചപ്പകൽ തോന്നുകയാണ് ചങ്ങാതിക്ക്. ഡ്രസ്സൊക്കെ കഴിക്കുമ്പോൾ ആ കുട്ടി അതിനെതിരെ പ്രതിരോധം ചെയ്യുന്നു, തടയണം. ഇവൻ്റെ ഇംഗിതത്തിന് 6 വയസ്സുകാരൻ സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള കുളത്തിൽ മുക്കിയിട്ട് ആ കുട്ടിയെ കൊല്ലുകയാണ്.
3 പ്രാവശ്യത്തിലേറെ ആ കുട്ടി കരയിലേക്ക് നീന്തി വരുന്നുണ്ട് രക്ഷപ്പെടാൻ. അപ്പോഴൊക്കെ ചങ്ങാതി കാലുകൊണ്ട് വെള്ളത്തിൽ അമർത്തി പിടിക്കുന്നുണ്ട്. തന്നെ വല്ലാതെ സ്നേഹിച്ച് വിശ്വസിച്ചൊപ്പം കൂടിയിരുന്ന ഒരു കുട്ടിയെ കാലുകൊണ്ട് വെള്ളത്തിൽ അമർത്തിപ്പിടിച്ച് അവനെങ്ങനെ മരിക്കണത് നോക്കി നിൽക്കാൻ ലഹരി ഉള്ളിൽ കയറിയ ആ ചങ്ങാതിക്കൊരു പ്രയാസമില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കുട്ടികളെ എങ്ങനെ മദ്രസക്ക് വിടുക, എങ്ങനെ സ്കൂളിലേക്ക് വിടുക? എങ്ങനെയാണ് ധൈര്യത്തിൽ നമ്മളൊരു ആശുപത്രിയിൽ പോവുക? കേരളത്തിലെ പ്രസിദ്ധമായൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടർ MDMA എന്ന മാരകമായ സിന്തറ്റിക് രാസവസ്തുവുമായി അറസ്റ്റിലാകുന്നുണ്ട്. അദ്ദേഹം പോലീസുമാരോട് പറയണത്, എന്നിൽ നിന്ന് ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്ന 17 ഡോക്ടർമാർ ഈ ആശുപത്രിയിലുണ്ടെന്നാണ്. അയാളടക്കം 18. ആശുപത്രിയിലെ സങ്കീർണതകൾ മാറാൻ അത് നല്ല സുഖമാണെന്നാണ്. ആശുപത്രിയിൽ ജോലി ഭാരങ്ങളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ സാധനം അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല റാഹത്താണെന്നാണ് ആ ചങ്ങാതി പറഞ്ഞത്. അയാളടക്കം 18 ഡോക്ടർമാർ ആ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നത് MDMAയുടെ വെളിച്ചത്തിലാണ്. അവരാണ് രോഗം പരിശോധിക്കുന്നത്, അവരാണ് മരുന്ന് നിശ്ചയിക്കുന്നത്, മരുന്നിൻ്റെ മാത്ര കണക്കാക്കുന്നത്, ഇത്ര നേരം ഇന്ന ഗുളിക കുടിക്കണമെന്ന് എഴുതി തരുന്നത്, അവരെയാണ് ഇന്ന ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നത്, അവരാണ് റിസൾട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നതും. അതുകൊണ്ടാണ് ചില സഹോദരിമാരൊക്കെ 2 വർഷവും 3 വർഷവും മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വരുന്നത്. സിസേറിയൻ നടത്തിയപ്പോൾ സർജറി നടത്തിയിട്ട് ആ പെണ്ണിൻ്റെ വയറിനുള്ളിൽ ഓവറിക്കുള്ളിൽ കത്രിക മറന്നു വെച്ച അനുഭവം പോലും നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പഞ്ഞിക്കെട്ടും നൂലുണ്ടയും പലപ്പോഴും മറന്നു വെച്ചിട്ടുണ്ട്. തനിക്ക് നഷ്ടം വേണമെന്നും പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു സഹോദരി സമരം തുടങ്ങിയിട്ട് കുറേ കാലമായി. വേറൊരു സഹോദരി വയറുവേദനയ്ക്ക് കുറേ കാലം ചികിത്സിച്ച് നടന്നു. എല്ലാ ഡോക്ടറും വല്ല പെയിൻ കില്ലർ ടാബ് എഴുതി കൊടുക്കും, അത് കഴിക്കും അവർ. ഒരാൾക്ക് പോലും ഒരു എക്സ്റേ നിർദ്ദേശിക്കാൻ തോന്നിയില്ല. 9 മാസം വേദന സഹിച്ചു ആ സ്ത്രീ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉള്ളിലുള്ള കത്രിക പുറത്തേക്ക് തുറച്ചു വന്നിരിക്കുന്നു. ഞാൻ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് സർജറി നടത്തുന്ന ഏതെങ്കിലും അന്യ സ്റ്റേറ്റിലെ പ്രാന്തപ്രദേശങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ആരോഗ്യരംഗം യൂറോപ്പിനോടൊക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇതൊക്കെ ചെയ്ത ഡോക്ടർമാർ MDMAയുടെ അഡിക്റ്റുകളാണെന്ന് എനിക്ക് എവിഡൻസ് ഒന്നുമില്ല, എനിക്കത് പറയാനും വയ്യ. പക്ഷെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളിൽ നിന്ന് മാത്രം ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്ന 18 പേരുണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഇനി വേറെ ഏതൊക്കെ സ്രോതസ്സിൽ നിന്ന് അവരിത് സംഘടിപ്പിക്കുന്നുണ്ടാവും? മറ്റുള്ളവർക്കുണ്ട് ജോലിയുടെ ഭാരം, പ്രയാസം. അവരൊക്കെയും ജോലിയുടെ ഭാരം ഇല്ലാതെയാക്കാൻ വേണ്ടി ബ്രൗൺ ഷുഗറും മരിജുവാനയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും MDMAയും സ്റ്റിക്കറും സ്റ്റാമ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, MDMA പോലെയുള്ള ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളുകൾ 3 മുതൽ 7 വർഷം വരെയേ ജീവിക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോകും. 3 മുതൽ 7 വർഷം വരെ മാത്രമേ അവർ ജീവിക്കുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോകും. ഇത് ശരിക്കറിയുന്നവരാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ. അവർക്ക് പോലും ഈ പ്രലോഭനത്തിൽ നിന്ന് മാറാൻ കഴിയണില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. MDMA അടക്കമുള്ള രാസവസ്തുക്കളുടെ എല്ലാ കുഴപ്പങ്ങളും അത് ശരീരത്തിലുണ്ടാക്കുന്ന മാരകമായ സൈഡ് എഫക്റ്റുകളും ശരിക്കറിയുന്ന ഡോക്ടർമാർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവർ പോലും പ്രലോഭിതരായി പോവുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ തലമുറയുടെ മാറ്റവും വളർച്ചയും വിദ്യാഭ്യാസവും ജോലിയും ജീവിതവും നടക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. പ്രശ്നങ്ങളെ കുറേ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അത് പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കണം. വേറെ കാര്യം, അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊതിക്കാനാണ് വലിയ കത്തി വേണമെന്നും പറഞ്ഞ് കത്തി മേടിച്ചു കൊണ്ടുവന്നാണ് ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി നടത്തി ചലിക്കാൻ പോലും കഴിയാതെ അനുജത്തിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു ഉമ്മനെ 24-കാരനാവുന്ന മകൻ അറുക്കണത്. ജസ്റ്റ് അറുക്കല്ലേ ചെയ്തത്, അറുത്ത് തല വേർപ്പെടുത്തി. എന്നിട്ട് കോഴിനറുത്ത ലാഘവത്തോടുകൂടെ അയാൾ ടാപ്പിൽ പോയി കത്തിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിച്ചുകൊണ്ട് അയലകത്ത് കടം വാങ്ങിയ കത്തി തിരിച്ചു കൊടുക്കുക.
സ്വന്തം അനുജനെ മാരകമായി കൊന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടു. കൂടെ 4 കൂടി ഉണ്ട്. ആ 4 കുറിച്ച് ഞാൻ പറയണില്ല. ഈ അനുജൻ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇവനെ കാണുന്നിടത്ത് പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുമായിരുന്നു. ഈ അനുജനെ സ്കൂളിട്ട് വരുമ്പോൾ അങ്ങാടിയിൽ നിന്ന് തന്നെ കൂട്ടിയിട്ട് നിനക്ക് ഞാൻ കുഴിമന്തി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് അത്ര ഇത്. അങ്ങനെ പാഴ്സലായിട്ട് കുഴിമന്തിയൊക്കെ വാങ്ങുന്നു. സന്തോഷത്തോടുകൂടെ ആ കുട്ടി കുഴിമന്തിയുടെ പൊതിയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. സിറ്റ് ഔട്ടിൽ അവൻ സ്കൂൾ ബാഗ് വെക്കുന്നു. റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറ്റി ഡൈനിങ് ടേബിളിൽ വെച്ച ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആർത്തിയോടെ പുറത്തൊരുങ്ങുമ്പോൾ ആദ്യം തന്നെ മൂർധാവിൽ ഹാമറിൻ്റെ വലിയ അടി കിട്ടുന്നു സ്വന്തം ജ്യേഷ്ഠൻ. ഒരു വറ്റുപോലും തിന്നാൻ സമ്മതിച്ചില്ല കുട്ടിയെ. സമ്മതിക്കാൻ അവൻ ഉള്ളിൽ കയറ്റിയ ലഹരി അവന് സമ്മതിച്ചില്ല. വളരെ ദുഃഖകരമായൊരു സംഗതി. 5 പേരെ കൊന്ന ചങ്ങാതിയുടെ കൊലപാതകത്തിൽ ഏറ്റവും ക്രൂരം ഈ 13കാരനെ കൊന്നതായിരുന്നു. ഈ 13കാരൻ്റെ ഡെഡ് ബോഡി ആംബുലൻസിലേക്ക് കയറ്റിയ ഒരു സാമൂഹിക പ്രവർത്തകൻ ചാനലിൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ ആ കുട്ടിയെ അങ്ങനെ കോരിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ ആ കുട്ടിയുടെ തലയിലേക്ക് കയറിപ്പോയി. സ്വന്തം 13 വയസ്സുള്ള അനുജനെ 21 പ്രാവശ്യമായിരുന്നു വലിയ ചുറ്റിക കൊണ്ട് ആ ചങ്ങാതി ആഞ്ഞടിച്ചത്. അവൻ്റെ ഇളം തലയൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിട്ട് താങ്ങിയെടുക്കുന്ന ആളുടെ കൈ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ദുരന്തം പോലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. ഇതൊരു ചെറിയ സംഗതിയല്ല. നമ്മുടെ മക്കൾക്ക് ഇതേക്കുറിച്ച് ബോധമില്ല. ഇതൊക്കെ എന്ത് എന്നുള്ളിടത്താണ് അവരുള്ളത്. ഹീറോയിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൃത്തികേട് വേണമെന്നാണ് കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നത്. ഹീറോയിസം കാണിക്കൽ അങ്ങനെയാണ്. പണ്ട് പാട്ട് പാടുന്നവൻ കോളേജിൽ ഉഷാറുള്ളവനായിരുന്നു. മതപരമായി നമുക്ക് താല്പര്യമൊന്നുമില്ലെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, നാടകം കളിക്കുന്നവർ, ഡാൻസ് കളിക്കുന്നവരൊക്കെ നല്ല ഹീറോമാരായിരുന്നു. ഇപ്പം അവരൊന്നുമല്ല ഹീറോകൾ. നേരെ മറിച്ച് സ്വന്തം സഹോദരൻ്റെ പുറത്ത് പേനക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്നവനാണ് ഹീറോ. നഴ്സിംഗ് വിദ്യാർത്ഥികൾ താരതമ്യേന ആർദ്രരായിരിക്കും. അവരുടെ ജോലി അങ്ങനെയാണ്. മനുഷ്യന്മാരെ പരിചയിക്കുക, മനുഷ്യന്മാരുടെ വേദനകളില്ലാതെയാക്കുക. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചേർന്നാണ് സഹപാഠിയെ ഷർട്ടഴിച്ച് കമത്തിക്കടത്തിയിട്ട് അവൻ്റെ പുറത്ത് മാത്സിന് ഉപയോഗിക്കുന്ന ബോക്സിലുള്ള ഡിവൈഡർ എന്ന് പറയുന്ന 2 സൈഡിലും മാണിയുള്ള സാധനം 17 എടുത്ത് കുത്തി താഴ്ത്തിയത്, ചിത്രം വരച്ചത്. ഒരാണി ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മറ്റു ഭാഗം വട്ടത്തിൽ കറക്കിയിട്ട് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പുറത്തും ശരീരഭാഗങ്ങളിലും ചിത്രം വരച്ചത്. ഏട്ടാ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ആ കുട്ടി. ടോയ്ലറ്റ് ലോഷൻ കൊടുന്ന് തേച്ച് കൊടുക്കുകയാണ് ഈ മുറിവിലാകെ. പിന്നെയും കരഞ്ഞപ്പോൾ വായയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ ലൈംഗിക ഭാഗത്ത് എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡമ്പൽ എന്ന് പറയുന്ന സാധനം 2 കയറ്റി വെക്കുകയാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആർദ്രരായിരിക്കും, ജനങ്ങളുടെ വിഷമം തീർക്കുന്നവരായിരിക്കും, മുറിവായവനേക്കാളും ഹൃദയം വേദനിച്ചുകൊണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതല്ല നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്രമേൽ ക്രൂരരാവാൻ കഴിയുന്നത്? എങ്ങനെയാണ് മാതാവിനെയും പിതാവിനെയും കൊച്ചനുജനെയും തിരിച്ചറിയാത്ത വിധം അവരുടെ ഹൃദയം അന്ധകാര നിബിഡമാകുന്നത്? അവിടെയാണ് ലഹരിയും മയക്കുമരുന്നും അതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നടത്തുന്ന ഭീകരമായ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം എല്ലാവർക്കും അറിയണ കേസ് തന്നെയാണ് ഞാനീ പറയണതൊക്കെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെയൊക്കെ നാടും പ്രദേശങ്ങളിൽ പോലും ഇതൊക്കെ സുലഭമാണ്. കേരളത്തിൽ പ്രധാനമായും 11 ലഹരി വസ്തുക്കളാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് കഞ്ചാവാണ്. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവും വന്നു. കുറച്ച് മതി അത്ര വേഗം കിറങ്ങി കിട്ടുന്ന സിനിമക്കാരൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത് അതാണ്. 2ാം സ്ഥാനത്താണ് MDMA ഉള്ളത്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. പെൺകുട്ടികളും യുവതികളും കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല, നേരെ മറിച്ച് സ്റ്റിക്കറും സ്റ്റാമ്പുകളുമാണ്. സ്റ്റിക്കറും സ്റ്റാമ്പുകളുമാണ്. എന്താണ് സ്റ്റിക്കർ? എന്താണ് ഈ സ്റ്റാമ്പ്? ശരീരത്തിലെ മൃദുലമായ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കി അതിൽ ഒട്ടിച്ചു വെച്ച് ലഹരി ആസ്വദിക്കുന്ന ചില പ്രത്യേക സാധനങ്ങൾ.
ശരീരത്തിൻ്റെ സോഫ്റ്റായ ഭാഗങ്ങൾ, ഈ വായുടെ ഉള്ളിൽ, നാക്കിൻ്റെ അടിയിൽ. ചില പെൺകുട്ടികൾ ഇവിടെയൊന്നും വെച്ചാൽ ആരെങ്കിലുമൊക്കെ കണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഒരാൾക്കും പരിശോധിക്കാൻ പോലും പറ്റാത്ത അത്ര സ്വകാര്യമായ അവരുടെ ഭാഗങ്ങളിൽ പ്ലസ് പോലെ മുറിവുണ്ടാക്കുന്നു. ആ ബ്ലഡ് വറ്റുന്നതിൻ്റെ മുമ്പ് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്നു, സ്റ്റാമ്പ് ഒട്ടിച്ചു വെക്കുന്നു. 4 മുതൽ 40 മണിക്കൂർ വരെ ലഹരിയുടെ ലോകത്ത് അവർ അന്തം വിട്ട് ജീവിക്കുന്നു. വീട്ടിലുണ്ടാവും, ക്ലാസ്സിലൊക്കെ ഉണ്ടാവും, വിളി കേൾക്കാൻ കഴിയില്ല, പറയണൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഭക്ഷണത്തിനോട് വിരക്തരായിരിക്കും, പലപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഒരൊറ്റ ഉപയോഗം കൊണ്ട് ശക്തമായ അഡിക്റ്റാകുന്നതാണ് ഈ MDMA എന്നൊക്കെ പറയുന്ന സാധനം. ഒരൊറ്റ ഉപയോഗം കൊണ്ട് കൂടുതൽ വേണ്ട, ഒരൊറ്റ ഉപയോഗം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വളാഞ്ചേരിയിൽ നിന്ന് 4-5 ചങ്ങാതിമാർ ചേർന്ന് കടപ്പുറത്തെ കാറ്റുകൊള്ളാൻ പോണത് കോഴിക്കോട്ട്. ആ കുട്ടി വന്നിട്ട് പ്രമുഖമായ ചില ചാനലുകളിൽ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട് അവൻ്റെ പിന്നീടുള്ള അവസ്ഥ. കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ MDMA ഉപയോഗിക്കാൻ പറയുന്നു. അവൻ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നു. പിന്നെയും അവരിങ്ങനെ ഇവനെ പറഞ്ഞു കയറ്റുന്നു. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ എന്താ പറ്റുകയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുപയോഗിച്ചതൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് പറയാണ്. ഒരു വട്ടം ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് അവനോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനും നല്ല ധൈര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രലോഭനത്തിൽ ആ ചെറുപ്പക്കാരൻ വീണു. 23 വയസ്സ് വരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത നമ്മുടെ വളാഞ്ചേരിക്കാരൻ ചെറുപ്പക്കാരൻ അന്ന് ആദ്യമായി MDMA ഉപയോഗിച്ചു. പിറ്റേ ദിവസം അതേ നേരത്ത് അവന് വിഭ്രാന്തി വന്നു. അന്ന് കൊടുത്തോൻ തന്നെ അന്നും കൊടുത്ത് 2-3 ദിവസം സൗജന്യമായി ഇവൻ കൊടുത്ത് ഈ കുട്ടി പൂർണ്ണമായി അതിന് അടിമയായതോടുകൂടെ അവർ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വന്നു. വയനാട്ടിൽ പോയി മേടിച്ചു, എറണാകുളത്ത് പോയി മേടിച്ചു. ഇത് മേടിക്കാനുള്ള ഭീമമായ സംഖ്യയ്ക്ക് വേണ്ടി വിവിധ വസ്തുക്കൾ മോഷ്ടിച്ച് അവനൊരു നല്ല കള്ളനായി മാറി. എന്നിട്ടും ഇതിന് കാശ് കിട്ടാതെ വന്നപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ അവനും ഇതിൻ്റെ വിതരണക്കാരനായി മാറി. പിന്നീട് അവൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് മയക്കുമരുന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, 2 പേരും ഒന്നിച്ച് വന്നിട്ട് മയക്കുമരുന്ന് വാങ്ങും. ഒരു പ്രാവശ്യം ചെറുപ്പക്കാരൻ വന്നു, അവനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിച്ചത് ഭാര്യ ആയിരിക്കുമല്ലേ എന്ന്. അവൻ പറഞ്ഞു അല്ല, പെങ്ങളാണ്. ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചു പോയിട്ട് MDMA മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുപയോഗിച്ചുകൊണ്ട് സ്വപ്നം കാണുന്ന കേരളത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് സുന്നി സംഘടനകൾ ഇങ്ങനെയൊക്കെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു? ബോധമുള്ളൊരു കേരളം കാണണം എന്നുള്ള മോഹം കൊണ്ട്, നിരന്തരമായി കൊലപാതകങ്ങൾ സംഭവിക്കരുത് എന്നതുകൊണ്ട്. സിബി മാത്യു എന്ന മുൻ പോലീസ് ഓഫീസർ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന് പറയുന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ചാണത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ ദേശീയ ശരാശരിയേക്കാളും കേരളത്തിൽ ആത്മഹത്യ കൂടരുത് എന്നതുകൊണ്ട്. വല്ലാത്തൊരു കുരുത്തം കെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സംഗതികളൊന്നും മേടിക്കാൻ പറ്റാത്ത ആളുകളുടെ ചില ഹിക്കുമത്തുകളുണ്ട്, അതും നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ വ്യാപകമായി മേടിക്കാൻ കിട്ടുന്ന ഒരു പശ, അതിൻ്റെ പേരോ സൂചനയോ നിറം പോലുമോ ഞാൻ പറയില്ല, കാരണം എന്നെ കേൾക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിൽ വ്യാപകമായി ലഭിക്കുന്ന ഒരു പശ, ഒരു ഗം, അത് പോളിത്തീൻ കവറിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറ്റിച്ച് ഒന്നിങ്ങനെ ഉരസി ചൂടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മൂക്കിനോട് പിടിച്ചാൽ തന്നെ സ്വപ്നം കാണൽ തുടങ്ങും. ഒരു സ്കൂൾ വിട്ടിട്ടും കുറേ കുട്ടികൾ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ചില ചെറുപ്പക്കാർ പോയി നോക്കി. നമ്മുടെ ജില്ലയിൽ, ഏകദേശം നമ്മുടെ അടുത്ത്. അപ്പോൾ കുറേ എണ്ണം മയങ്ങിക്കിടക്കുകയാണ്, കുറേ എണ്ണം അർദ്ധബോധത്തിലാണ്, കുറേ എണ്ണം വരെ കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറും പിടിച്ച് ഓടുന്നത്. എന്തായിരുന്നു സംഭവം? ഒരു കുട്ടി അന്ന് ഈ ഗം വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നു, പ്ലാസ്റ്റിക്കിൻ്റെ കവറും കരുതി. അത് കവറിലേക്ക് ഇറ്റിച്ച് ചൂടാക്കി അവൻ അതിങ്ങനെ ആസ്വദിച്ച് സ്വപ്നം കാണൽ തുടങ്ങി. കുറേ ആളുകൾ അത് അനുകരിച്ചു. സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകാൻ കഴിയണില്ല, കാല് കയക്കുകയാണ്.
കഫ് സിറപ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ബലാത്സംഗം എന്ന് പേരുള്ളൊരു പ്രത്യേകമായ ഡ്രഗുണ്ട്. ആദ്യമായി അത് ഇന്ത്യയിൽ ഉപയോഗിച്ചത് കേരളത്തിലെ മുസ്ലിം പേരുള്ള തട്ടട്ട് വളർന്നൊരു പെൺകുട്ടിയാണെന്നതുകൂടെ നമ്മൾ അറിയണം. 2023 കഴിഞ്ഞ പ്രാവശ്യം 24 അത്തരം കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. 24 പിടിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500 നടന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. ഈ സാധനം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗം ചെയ്താൽ പോലും അറിയില്ല എന്നാണ്. അതുകൊണ്ട് അതിന് അങ്ങനെ പേര് വന്നത്. ഇത്തരമൊരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നീതിയുക്തരായിട്ട് നടത്തുക? എങ്ങനെയാണ് ദീനിന് ഉപകാരപ്രദമായ രീതിയിൽ വളർത്തുക? കുറേ എണ്ണത്തിനെ ഒഴിവാക്കി അവരൊന്നും നന്നാവില്ല എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്ന ഒരു ശൈലി ചില രക്ഷിതാക്കൾക്കുണ്ട്. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നേരത്തെ പോലീസ് ഓഫീസർ പലപ്പോഴും പറഞ്ഞതുപോലെ അതോ ചേർത്ത് നിർത്തണം? ചേർത്ത് നിർത്തുന്നതിൻ്റെ പരിധി എത്രയാണ്? എന്തുകൊണ്ടാണ് മദ്രസ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടും നമ്മുടെ മക്കൾ ഇவ்விധത്തിലേക്ക് അധോഗതി പ്രാപിക്കുന്നത്? ഇതൊക്കെ വിശാദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഓരോ പോയിൻറ്റും ഓരോ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയും ദൗർലഭ്യമൊക്കെ മാനിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്തത്? വാർദ്ധക്യമായ സഹജമായ അവശതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ അസുഖങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും തൻ്റെ മകൾ തൻ്റെ ചേർത്ത് നിർത്തണമെന്ന് കൂടെ നിൽക്കണമെന്ന് ഓരോ പിതാവും മാതാവും ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തികച്ചും വിരുദ്ധമായി നമ്മൾ യൂറോപ്പിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ മൊത്തം. അവിടെ എന്തൊക്കെ തോന്നിയാസം നടക്കുന്നു, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യങ്ങളായി വാരിപ്പുണരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. കുറേയേറെ പറയേണ്ട ഒരു സംഭവമാണത്. ഇപ്പോൾ കുടുംബജീവിതം, പലർക്കും അതിലൊരു താല്പര്യമേ ഇല്ല. കുടുംബജീവിതത്തിലൊരു താല്പര്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു 30% യുവതികൾക്ക് കല്യാണത്തിനോടൊരു താല്പര്യമില്ല. പിന്നെന്ത് ചെയ്യണം? അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് പറ്റുന്ന ജോലി, അതിന് പറ്റുന്ന വിദ്യാഭ്യാസം. ഈ ജോലിക്കാലവും വിദ്യാഭ്യാസകാലവും പരമാവധിക്കപ്പുറം അടിച്ചു പൊളിക്കണം. അപ്പോൾ കുടുംബജീവിതം അതിനോടൊരു താല്പര്യമില്ല. അപ്പോൾ അവരുടെ ലൈംഗികമായ ചോദനകളോ അതൊക്കെ നിർവഹിക്കാനുള്ള നിരവധി മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. കുടുംബമെന്നാൽ ഈ സമൂഹത്തിൻ്റെ അടിത്തറയാണെന്ന് നമുക്കറിയാം. സമൂഹത്തെ സമുദ്ധരിക്കുന്നത് കുടുംബമാണെന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരന്മാർ ബക്കറ്റ് വിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വയലും അല്ലാതെ പറയാൻ ടൈമില്ല. സദക്കൻ്റെ പൗരുഷയും ഫضലും ഒന്നുള്ള വയൽ ഞാൻ പറയണില്ല. മറ്റു കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചിലവും ഓഡിറ്റോറിയത്തിൻ്റെ വാടകയും അങ്ങനെ കുറേ സംഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ടാകും. ഇത് അവർക്കൊരു ബാധ്യതയാകാത്ത വിധം നല്ല പൈസ ഇട്ടിട്ട് സഹകരിക്കും. സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് സംസ്കരണം തുടങ്ങേണ്ടത്. കുടുംബജീവിതം, കുടുംബരംഗം, കുടുംബത്തിൻ്റെ അകത്തളം എത്രമേൽ സ്നേഹാർദ്രമാണോ അത്രയ്ക്ക് മക്കൾ നന്മയുള്ളവരാവുമെന്നാണ് പഠനങ്ങൾ. കേരളത്തിലുള്ള കുട്ടി ക്രൈമുകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, കുട്ടി ക്രിമിനലുകളെക്കുറിച്ച് പഠിച്ചാൽ, വീട്ടിൻ്റെ അകം വൃത്തികെട്ട രീതിയിൽ തീരെ സ്നേഹമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശകാരവും പീഡനവുമായിരുന്നിടത്ത് വളർന്നു വരുന്നവരാണവർ. സ്നേഹം കൊടുത്ത് വളർത്തുന്ന, മാതാവും പിതാവും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരൊറ്റ വീട്ടിൽ നിന്നും കുട്ടി ക്രിമിനലുകൾ രൂപപ്പെടുന്നില്ല. കുടുംബമെന്ന വിശുദ്ധമായ സംവിധാനത്തെ പോലും ഒരു താല്പര്യമില്ലാത്ത വിധം എഴുതിത്തള്ളിയാണ് പുതിയ തലമുറ ജീവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കുറേ ചെറുപ്പക്കാർ പെണ്ണിട്ടാതെ നടക്കുകയാണ്. പണ്ടൊക്കെ പെര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയണത് പോലെ ഇപ്പോൾ പെരയും പറമ്പും മഹലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളാണ്. എന്താ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോലും സമ്മതം കിട്ടാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറേ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്കറിയാം.
വേറെ കുറേ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള എല്ലാ അർത്ഥത്തും ധാർമ്മിക ശുദ്ധമായ ജീവിതം നയിക്കുന്നവരും യോജിച്ച കല്യാണം ലഭ്യമല്ലാത്തതിനാൽ അങ്ങനെ തേരാപേരാ നടക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? രക്ഷിതാക്കൾ ആവശ്യപ്പെടുമ്പോൾ കല്യാണം നോക്കില്ലേ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ആദ്യമേ അതിനെ ശക്തമായി എതിർക്കും. ഓരോ വർഷവും രക്ഷിതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഏതോ ഒരു നല്ല പയ്യനുണ്ട്, അവനൊന്നും ഒന്ന് കണ്ടുപോകട്ടെ, തൽക്കാലത്തേക്ക് അതിനെങ്കിലും സമ്മതിക്കുമെന്നൊക്കെ പറഞ്ഞ് കുടുംബവും വല്യമ്മയും മൂത്താപ്പിയും അമ്മൂനും ഒക്കെ കൂടെ വഴക്ക് പറയുമ്പോൾ അവരങ്ങനെ സമ്മതിക്കണ്. പക്ഷേ ആ ഒരു സ്റ്റെപ്പിൻ്റെ അപ്പുറം അത് മുന്നോട്ട് പോകില്ലേ. അവരുടെ വക ഇൻ്റർവ്യൂ വരും, ശക്തമായ ഇൻ്റർവ്യൂ നടത്തും ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ. നിങ്ങളെന്താ പഠിച്ചതെന്ന് ചോദിക്കും. ഡിഗ്രി ഫുള്ള് പാസ്സായെന്ന് ചോദിക്കും. ആ ഫുള്ള് പാസ്സായി. ഏതായിരുന്നു ഡിഗ്രി? ഞാൻ സോഷ്യോളജി. അപ്പം ചിരിക്കുമായിരുന്നു, സോഷ്യോളജിയോ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് ചോദിച്ച പെൺകുട്ടിയുണ്ട്. ആ സാധു പയ്യൻ പറഞ്ഞു, നല്ല ജോലിയൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ്. അവൻ പറഞ്ഞ് എനിക്ക് സ്കൂട്ടി ഓടിക്കാനറിയാം. അപ്പോൾ ആ പെണ്ണ് വായ പൊത്തിയിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചോളൂ. എന്നിട്ട് അവൾ ബുള്ളറ്റ് ഓടിക്കണ വീഡിയോ കാണിച്ചു കൊടുത്തു ഓളെ ഫോണിൽ. ആ കല്യാണം മിസ്സായി, നടക്കൂല. ഓരോ കാരണം പറഞ്ഞ് കല്യാണം വെച്ച് നീട്ടുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയേണ്ട ഒരു ദാർശനിക വേദിയല്ല ഇത്. ഫെമിനിസത്തെക്കുറിച്ചും നവലിബറലിസവും നവനാസ്തികതയും സമൂഹത്തിലുണ്ടാക്കുന്ന ദുസ്വാധീനങ്ങളെക്കുറിച്ചും അതൊന്നും അത്രമേൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വേദിയല്ല ഇത്. അത്തരം താത്വികമായ ഫിലോസഫിക്കലായ ഒരു അവതരണത്തിന് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നാലും ആരൊക്കെയോ പറഞ്ഞു കയറ്റിയിട്ട് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കുടുംബജീവിതം അതൊരു പീഡനമാണ്, അതൊരു പാരതന്ത്ര്യമാണ്. എവിടെ ജോലിക്ക് പോയാലും തിരക്കടില്ല. ജോലിക്ക് പോകുന്നിടത്ത് മാനേജറുടെ ഗ്ലാസ് കഴുകി വെച്ചാലും അദ്ദേഹം കഴിച്ചിട്ട ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടാലൊന്നും തിരക്കടില്ല, അതൊക്കെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ അത് പാരതന്ത്ര്യമാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മദ്യത്തിൻ്റെ കാര്യം ഒരു വശത്ത്, കുടുംബജീവിതം താറുമാറാകുന്നത് മറുവശത്ത്. മാതാപിതാക്കളെയും മക്കളെയും സംരക്ഷിക്കുന്ന നന്മയാർന്ന മനസ്സുകൾ തീരെ ഇല്ലാതെയാകുന്നത് വേറൊരു വശത്ത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ യൂറോപ്പിന് പഠിക്കുന്നു. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകൾ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് പോലെയുള്ള നാടുകൾ. അവർ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മേലെയാണ്, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നാടുകളാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുണ്ട്. അവിടെ സുലഭമായി മദ്യം കിട്ടും. കാശിട്ടാൽ മദ്യം സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വെൻഡിങ് മെഷീനുകളുണ്ട്. അവിടെ മാതാപിതാക്കൾ ഒരു നിലക്കും മക്കളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. സ്വന്തം മകനോ മകൾക്കോ 8, 9, 10 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലിടുന്നു. അവരുടെ ആദർശം 2 കുടുംബം ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നാണ്. എന്നിട്ട് ഇതുപോലെയുള്ള പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ വൃദ്ധസദന നടത്തിപ്പുകാർ ഈ സാധു മനുഷ്യരെ മൊത്തം ആ പരിപാടികളിലേക്ക് കൊണ്ടുവരും അത്രേ. അവിടെ പോയി പ്രസംഗിക്കാൻ പോയപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയ ഗോപിനാഥ് മുതുക്കാട് എന്ന് പറയുന്ന നമ്മുടെ ജില്ലക്കാരനാവുന്ന മേജിക്കാരൻ ഒരു പ്രസംഗത്തിൽ പറയണതാണ്. അയാൾ അങ്ങോട്ടൊരു യാത്ര പോയി ഒരു പ്രസംഗത്തിന്. പ്രസംഗം നടക്കുന്നിടത്ത് ഇതുപോലെ 2 ആക്കി വെച്ചിരിക്കുന്നു ആളുകളെ. ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നവർ, അവരെക്കാൾ കൂടുതൽ ആളുകൾ തൊട്ടപ്പുറത്ത് വീൽ ചെയറിലും ഓട്ടിസം ബാധിച്ചവരും ആൾഷിമേഴ്സ് പിടിച്ചവരും ശരീരത്തിൽ ആസകലം വ്രണമുള്ളവരും കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു കൗതുകം തോന്നി. നമുക്കൊക്കെ തോന്നുമല്ലോ. നമ്മൾ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഒരു നേരം മൊത്തം വയത് കേൾക്കാൻ വന്നവരും മറുഭാഗത്ത് മൊത്തം ഞാനീ പറഞ്ഞ വിധത്തിൽ ഒരു സ്വാധീനവും ഇല്ലാതെ വീൽ ചെയറിൽ ജീവിക്കുന്നവരും കാണുമ്പോൾ അത് 1, 2, 3, 4 ഒന്നുമല്ല. ശരിയാമണ്ണം പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകളേക്കാൾ കൂടുതൽ ഓട്ടിസക്കാർ, ആൾഷിമേഴ്സുകാർ,
അദ്ദേഹം സംഘാടകരോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു അത്ര ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കൺസെപ്റ്റ് 2 കുടുംബം ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ സ്വന്തം മകന് 8, 9, 10 വയസ്സാകുമ്പോഴേക്ക് അമ്മനെയും അച്ഛനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കും. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മുസ്ലിം സമൂഹത്തിൽ പല ജാതി തോന്നിവാസങ്ങളൊക്കെ പലരുടെ പേരിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും വൃദ്ധസദനത്തിൽ നന്നേ കുറവ് ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. തവനൂർ വൃദ്ധസദനമടക്കം. കല്യാണത്തിന് താല്പര്യമില്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ നടത്തും, ഇഷ്ടമുള്ളവനോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കും, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും എന്ന സംസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട യൂറോപ്പിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ലണ്ടനിലേക്ക് ശ്രദ്ധിക്കണം. ലണ്ടനിലെ പുതിയ അമ്മമാരിൽ 30% ആളുകൾക്കും സ്വന്തം മക്കളുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നതാണ് കണക്ക്. 100 അമ്മമാരെടുത്ത് പരിശോധിച്ചാൽ 30 ആൾക്കും ആ കുട്ടിയുടെ തന്ത ആരാന്നറിയില്ല. അമേരിക്കയിൽ വ്യാപകമായ രീതിയിൽ വിവാഹപൂർവ്വ പ്രസവങ്ങൾ നടക്കുന്നു. 7ാം ക്ലാസ്സുകാരിയും 8ാം ക്ലാസ്സുകാരിയും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ജനസംഖ്യയിൽ 4,50,00,000 ജാരസന്താനങ്ങളുണ്ടെന്നാണ്. 4,80,00,000 തന്ത ആരാന്നറിയാത്ത കുട്ടികളുണ്ട്. ലിവിങ് ടുഗദറല്ലേ, തോന്നിയവനോടൊപ്പം ജീവിക്കല്ലേ, തോന്നിയ കാലം. അത് കഴിഞ്ഞ് എപ്പോഴും വേണമെങ്കിലും അവർ 2 പേരും ഒരു ബാധ്യതയും ഒരു ബന്ധവുമില്ലാതെ പരസ്പരം യാതൊരുവിധ സഹകരണവുമില്ലാതെ തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ്. അതിനിടയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലരുമായി സെക്സ് നടത്തിക്കൊണ്ട് അവരുടെ ജീവിതം ആഘോഷിക്കുമ്പോൾ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാത്ത വലിയൊരു പരിമിതി. 30% ആളുകൾക്ക് കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല. അമേരിക്കയിൽ 4,80,00,000-ലേറെ ജാരസന്താനങ്ങൾ. ഈ തന്തയില്ലാത്ത കുട്ടികൾ സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ചൂടപ്പം പോലെ അവിടെ വിറ്റുപോകുന്നു. ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായി വിറ്റുപോയൊരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. പുസ്തകത്തിൻ്റെ പേരെന്നെ തന്തല്ലാത്ത അമേരിക്ക എന്നാണ്. ഫാദർലെസ് അമേരിക്ക. ലിബറലിസം രൂപപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം നടന്ന ഫ്രാൻസിൽ 98% സ്ത്രീകളും ഏതെങ്കിലും രീതിയിലുള്ള സെക്സ്വൽ ഹറാസ്മെൻറ്റിന് വിധേയരാണ്. ഏതെങ്കിലും രീതിയിലുള്ള തോണ്ടലും പിടിക്കലും കിസ് ചെയ്യലും ഹഗ് ചെയ്യലും വ്യഭിചാരവും ബലാത്സംഗവും ചില്ലറൊന്നുമല്ല, ഏകദേശം എല്ലാ സ്ത്രീകളും. ഈ 99%, 98% എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളാണ് പിന്നെ കുറവുള്ളത്. അവർ തീരെ പുറത്തൊക്കെ ഇറങ്ങാതെ വല്ല വൃദ്ധരായിട്ട് രോഗികളായി കിടക്കുന്നവരായിരിക്കും. പിന്നെ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധവും ജീവിതവും ഗേ എന്നാണ് പറയാം. പെണ്ണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ജീവിതവും അങ്ങനെ അവർ ഇണകളായി നടക്കലും ലെസ്ബിയൻ എന്നാണ് അതിന് പറയാം. പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഡോക്ടർ പ്രൊഫസർ ദമ്പതന്മാരെ കണ്ടത് അദ്ദേഹം കൗതുകത്തിൽ എഴുതിയത്. ഒരു 50 വർഷം മുന്നേ അയാൾ പോയപ്പോഴൊരു അനുഭവം. ആണും ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ട കൗതുകം. ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്ര ജോഡിയുണ്ട്? പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ ഐക്കണായിട്ട് ഉയർത്തപ്പെടുന്നത് 2 മുസ്ലിം പെൺകുട്ടികളെയാണ്. വ്യത്യസ്ത മതക്കാരിൽ അത്തരം ലെസ്ബിയനുകളുണ്ട്. അവരൊക്കെ പല രംഗത്തും ശ്രദ്ധേയരുമാണ്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ആകെ മൊത്തം ഐഡൻറ്റിറ്റിയായി ഐക്കണായി ഉയർത്തിക്കാട്ടുന്നത് 2 മുസ്ലിം പെൺകുട്ടികളെയാണ്. അവർ +2 വരെ സൗദിയിൽ പഠിച്ചവരാണ്. എന്തുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടി? ഇവരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വ്ളോഗർമാർ കാത്തുകെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാ വ്ളോഗർമാരുടെ മുന്നിൽ വന്നിട്ട് അർദ്ധനഗ്നകളായിട്ട് മാതാവിനെയും പിതാവിനെയും ഭത്സിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടികൾ ജീവിക്കണം. മാതാവിനെയും പിതാവിനെയും വൃത്തികെട്ട രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നൊന്തുപറ്റ ഉമ്മ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം തടഞ്ഞ ഭീകരിയാണ്. എന്തുകൊണ്ട് ഇവർ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു? അവരെക്കുറിച്ച് എഴുതുന്നത് പോലും ആണില്ലാതെ മനോഹരമായി ജീവിക്കാമെന്ന് ഇന്ത്യക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ചുണക്കുട്ടികൾ എന്നാണ്.
ആണില്ലാതെ ജീവിക്കാമെന്ന്. എത്ര കാലം പൊതുസമൂഹവും സെലിബ്രിറ്റികളും പലപ്പോഴും കോടതികളും ഭരണകൂടവുമെല്ലാം വലിയ സംഭവമായി ഉയർത്തിക്കാണിക്കുന്ന ഈ വൃത്തികേട് ആണും ആണും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നു, പെണ്ണും പെണ്ണും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നു. അതൊരു മഹത്തായ കർമ്മമാണെങ്കിൽ കേരളത്തിലെ എല്ലാ മനുഷ്യരും മതങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങിയാൽ അടുത്ത തലമുറ കേരളത്തിൽ ശൂന്യമായിരിക്കും. പിന്നെ എങ്ങനെയാണ് പ്രകൃതിപരാവൽ? പിന്നെ എങ്ങനെയാണത് പ്രകൃതിപരമാവൽ? അതാണ് പ്രകൃതിപരം എന്ന രീതിയിലുള്ള കള്ള സ്യൂഡോ സയൻസിൻ്റെ കണക്കുകൾ പോലുണ്ട്. അതാണ് പ്രകൃതിപരം. ആണിനോടൊപ്പം പെണ്ണിനോടൊപ്പം ജീവിക്കൽ, അതാണ് പ്രകൃതിപരം. അതിൻ്റെ സയൻറ്റിഫിക്കായ വിശദീകരണങ്ങൾക്ക് ഈ സദസ്സ് പര്യാപ്തമല്ല. ഒറ്റക്കാര്യം മാത്രം ആലോചിക്കുക. ഇതാണ് പ്രകൃതിപരമെങ്കിൽ എല്ലാവരും അതനുഷ്ഠിച്ചാൽ, മതത്തിൻ്റെ വിലക്കുകൾ മാറ്റിവെച്ച് എല്ലാവരും ആണിനോടൊപ്പവും പെണ്ണിനോടൊപ്പവും ജീവിച്ചാൽ ഒരൊറ്റ തലമുറയോടുകൂടെ മനുഷ്യവർഗം ലോകത്തിൽ നിന്നില്ലാതാവൂലേ? പിന്നെ എങ്ങനെ ഇത് പ്രകൃതിപരമാവൽ? എത്രയെത്ര മാരകമായ രോഗങ്ങൾ ഇതുവഴി രൂപപ്പെടുന്നു. എത്രയെത്ര മാരകമായ രോഗങ്ങൾ. 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണമാണ് എയ്ഡ്സ് രോഗിക്കുള്ളത്. ക്യാൻസർ പിടിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് മാസം കൊണ്ട് അവസാനിച്ചു കിട്ടും. അറ്റാക്ക് വന്നാൽ 1 സെക്കൻഡ് മതി. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടാൽ 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം. നിരന്തരമായി പാൻഡമിക് രോഗങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് നിരന്തരമായി ചുമച്ച് വളഞ്ഞ് പിന്നെയും ചുമച്ച് ശ്വാസം കിട്ടാതെയായി നരകതുല്യമായ ജീവിതം 10 വർഷം. ലോകത്താദ്യമായി എയ്ഡ്സ് വന്നത് എവിടെയാണ്? അമേരിക്കയിൽ 5 ഗേകളിൽ. ഗേ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും, ആണും ആണും ഒന്നിച്ച് ജീവിക്കുന്നവർ. നിലവിലുള്ള അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളിൽ നിന്നും ലെസ്ബിയൻസിൽ നിന്നും വരുന്നതാണ്. ബാക്കി 30% നല്ലതായിട്ട് ജീവിക്കുന്നവരിൽ നിന്ന് വരുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിൽ ഗേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തവർ 2% മാത്രമാണ്. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമേരിക്കയിൽ ഞങ്ങൾ ഗേകളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ആണും ചേർന്ന് ജീവിക്കണവരാണ് എന്ന് ഗവൺമെൻറ്റിന് കണക്ക് കൊടുത്തവർ 2%. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ജനതയിലെ 2% നിന്ന് വരുന്നു. ആകെ മൊത്തം എയ്ഡ്സ് രോഗികളിൽ 70%-ലേറെയും. ലോകത്താദ്യമായി എയ്ഡ്സ് പ്രത്യക്ഷപ്പെട്ടത് ഗേകളിലാണ്. വേറെ രോഗം നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, മങ്കി പോക്സ്, കുരങ്ങ് വസൂരി. വലിയ കുമിളകൾ ഉണ്ടാവുക, ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ വലിയ വലിയ കുമിളകൾ ഉണ്ടാവുക, കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലുമൊക്കെ. അത് വീർത്ത് പൊട്ടുക, ആൾ മരിച്ചു പോവുക. കേരളത്തിലും കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സാധനം പിടികൂടിയ 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടു. എന്നെ ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ യുവാക്കളും കേൾക്കണം. ഇതൊന്നൊരു വിഷയമല്ലെന്നും പറഞ്ഞിട്ട് വ്യാപകമായി അതിനുള്ള പ്രോത്സാഹനങ്ങളിൽ പ്രലോഭിതരാകുന്നവർ കേൾക്കണം. കേരളത്തിൽ ഈയിടെ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിച്ച സിനിമ ഗേ ജീവിതത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി കേരളത്തിൽ. കാതൽ എന്നാണ് സിനിമയുടെ പേര്, തമിഴിൽ പ്രേമം എന്നർത്ഥം. കേരളത്തിലെ പ്രമുഖനായ നടൻ അഭിനയിച്ചു. അദ്ദേഹം പലർക്കും മാതൃകയാണ്. ആ മനുഷ്യൻ അഭിനയിച്ച ആ സിനിമയുടെ പ്രധാന പ്രമേയം ആണും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത്രേ വിവാദങ്ങളുണ്ടായി. ചില ക്രിസ്ത്യൻ സഭകളൊക്കെ അതിനെതിരെ സമരം തുടങ്ങി. എന്തുകൊണ്ടാണ്? ആ സിനിമയിലെ നായകനാകുന്ന ഈ നടൻ്റെ സിനിമയിലെ പേര് ഒരു ക്രിസ്ത്യൻ പേരായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് അർഹത ഉണ്ടവർക്ക് എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇവിടെ മരണപ്പെട്ട മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ആണും തമ്മിലുള്ള വിവാഹത്തിനും പെണ്ണും തമ്മിലുള്ള വിവാഹത്തിനും എല്ലാ മഹല്ല് കമ്മിറ്റിയിലെയും ഉസ്താദുമാർ പോകണമെന്നും അവർക്ക് ദ്വാരം കൊടുക്കണമെന്നും കുർബാന നടത്തണം എന്നൊക്കെ ഫത്വ ഇറക്കിയ ആളാണ്. മുസ്ലിം മഹല്ലല്ല, അവരുടെ ഇടവകയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് ധാർമ്മികമായ വിഷയമൊന്നുമല്ല ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യണത്. ആ മനുഷ്യനിൽ പ്രലോഭിതരായിട്ട് കുറേ എണ്ണം ഗേ ജീവിതം തിരഞ്ഞെടുക്കാൻ പോണു. പെണ്ണും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ച് കുറേ സിനിമകൾ ഇറങ്ങിയത്രേ. ഇതൊക്കെ കണ്ട് ഇതാണ് തിരക്കടില്ലാത്തൊരു സംഗതി, ബാധ്യതകളൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും എന്ന് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ചെറുപ്പക്കാരികളും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയണം, 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സ് പിടിച്ചതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ
98% ഗേകളായിരുന്നു, അല്ലെങ്കിൽ ബൈസെക്ഷലുകളായിരുന്നു എന്നാണ്. എങ്ങനെ ഇത് പ്രകൃതിപരാകൽ? എങ്ങനെയാണിത് പ്രകൃതിപരമാവൽ? IPC 377 എന്ന് പറയുന്ന നല്ലൊരു നിയമം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായിരുന്നു. 4 വർഷം മുന്നേ സുപ്രീം കോടതി അത് ഒഴിവാക്കി. എന്തായിരുന്നു IPC 377 പ്രത്യേകത? വ്യഭിചാരം പാടില്ലെന്ന്, ഗേകളും ലെസ്ബിയൻസുമായി ജീവിക്കാൻ പാടില്ലെന്ന് ധാർമ്മിക ചട്ടക്കൂടുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു നിയമമായിരുന്നു അത്. ഇവരുടെയൊക്കെ കൂടെ സമരം കൊണ്ട് LGBTQI ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ കേരളത്തിലൊക്കെ വ്യാപിച്ചു വരുന്ന കുറേ ഒരു ടീമുണ്ട്. വൃത്തികെട്ട ടീം. ഈ പറഞ്ഞ ടീം ആണ് പെണ്ണായി മാറുന്നത്, പെണ്ണാണായി മാറുന്നത്, അതിന് സർജറി നടത്തുന്നത്, അതിനുവേണ്ടി നിർബന്ധിത പിരിവ് നടത്തുന്നത്. ഈ ടീമിൻ്റെയൊക്കെ സമ്മർദ്ദം കൊണ്ട് IPC 377 എടുത്തു മാറ്റി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയിൽ നിലവിലുള്ള അവസ്ഥ ഞാൻ പറയാം. ഒരു പാവപ്പെട്ട മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് ഇത്തിരി ഒരു ആശ്വാസത്തിന് വേണ്ടി തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ വേറൊരുത്തനുമായി സല്ലപിക്കുകയാണെങ്കിൽ, ഭാര്യ വേറൊരുത്തനുമായി സെക്സ് നടത്തുകയാണെങ്കിൽ, ലൈംഗികമായ വൃത്തികേട് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ഒന്നെങ്കിൽ അത് കാണാൻ വയ്യാഞ്ഞിട്ട് തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ അവരുടേത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് പുറത്തെങ്ങാനും വെയിറ്റ് ചെയ്യാം. എതിർക്കാൻ പറ്റൂല, ഒരാക്ഷനും എടുക്കാൻ പറ്റൂല. കാരണം 18 വയസ്സായി കഴിഞ്ഞാൽ ആരോടൊപ്പം ജീവിക്കണമെന്ന് ആണിനും പെണ്ണിനും തീരുമാനിക്കാനുള്ള, ആണിനും പെണ്ണിനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ശരിക്കും പറഞ്ഞാൽ വൃത്തികെട്ട സ്വാതന്ത്ര്യം നമ്മളെ നാട്ടിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ആരോടൊപ്പം പോകാം, എന്തും ചെയ്യാം. ഇത് പക്ഷേ കുടുംബത്തെയും സമൂഹത്തെയും മക്കളെയും വല്ലാതെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ആണിനും പെണ്ണിനും സമയമില്ല. എത്ര ഉമ്മമാരും അമ്മമാരുമാണ് സ്വന്തം മക്കളെ ക്രൂരമായി കൊന്ന് കാമുകനോട് ഇറങ്ങിപ്പോണത്? എത്ര എണ്ണം? എത്ര ആളുകളാണ് മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഈ ജാതി തോന്നിവാസത്തിന് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്? ഇവിടെ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഇൻ്റർവ്യൂ ഇട്ടു വന്നു. ഒരു സിനിമാ നടിയാണ്, അത്രയും സീരിയൽ നടി. അവരിതിൻ്റെ മുമ്പ് മാതാപിതാക്കളുടെ വിലക്കെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരുത്തനോട് ഇറങ്ങിപ്പോയി. ചെന്ന ഉടനെ തന്നെ ഒരു കുട്ടി സമ്മാനവും കിട്ടി. പിന്നീട് ഇങ്ങനെ ഉള്ളുകള്ളി ബോധ്യപ്പെടാൻ തുടങ്ങി. ജീവിതം അസഹ്യമായപ്പോൾ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ജീവിതം അസഹ്യമായപ്പോൾ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇങ്ങനത്തെ 1000 കേസുകളുണ്ട്. ശക്തമായി പീഡിപ്പിക്കപ്പെട്ട മരണപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് ധാരാളമുണ്ട്. മുംബൈയിലെയും സോണാഗച്ചിയിലെയും വേശ്യത്തെരുവിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ച പെൺകുട്ടികളുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ പെൺകുട്ടികളും പെങ്ങന്മാരും തെറ്റിദ്ധരിക്കുന്നു, അദ്ദേഹം എന്നോടൊപ്പം വല്ലാതെ ലോക്യം കൂടുന്നത് എന്നോടുള്ള അമിതമായ എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ്, എന്തൊരു കെയറിങ് ആണ്. ഇടക്കിടക്ക് മൂപ്പര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഗൾഫിലുണ്ടൊരു കെട്ടിയോൻ തലവേദന എന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു പാരസെറ്റമോൾ തിന്നു എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പം കട്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ തലവേദനയെക്കുറിച്ച് മൂപ്പർക്ക് ഒരു ബോധമില്ല. എന്നാൽ ബെസ്റ്റ് വിളിച്ചപ്പോഴും ഞാനത് പറഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്കൊരു തലവേദന ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറവുണ്ടോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഗുളിക ഒടിച്ചോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഡോക്ടറെ കാണിച്ചോ, കൊണ്ടുപോവാൻ ഞാൻ വരണോ എന്ന് വെച്ച് വിളിച്ചു. സ്വൈരം കെടുത്തി. ഇടക്കിടക്ക് മെസ്സേജ് വിട്ടു, കുറവുണ്ടോ എന്ന് വെച്ചിട്ട്. കെട്ടിയൊരുത്തുണ്ടായിരുന്നു, അവനോട് ഞാൻ നേരത്തെ പറഞ്ഞ്, മൂപ്പര് അപ്പം അത് പാരസെറ്റമോൾ തിന്നാണെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതാണ്. പിന്നെ മൂപ്പർക്ക് ഇതേക്കുറിച്ച് ഒരു ബോധമില്ല. പക്ഷേ അയാൾ എന്നെ എന്തൊരു കെയറിങ് ആണ്. പ്രിയപ്പെട്ട സഹോദരി, തെറ്റിദ്ധരിക്കരുത്. ഡോക്ടർ മാത്യു വല്ലൂരിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. വിവാഹം, ബന്ധം, ബന്ധനം. കേരളത്തിൽ ഈടെ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഈ പുസ്തകത്തിലൊക്കെ സമർത്ഥിക്കുന്നത് പ്രണയ ജീവിതം 90%-ലേറെയും പല ഘട്ടങ്ങളിലും 100%-ഓളവും പരാജയപ്പെടുമെന്നാണ്. തെറ്റിദ്ധരിക്കുകയാണ് പെൺകുട്ടികൾ. എന്നെ വല്ലാത്തൊരു കെയറിങ് ആണ്. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം ഇന്ന് വായിക്കണം പെൺകുട്ടികൾ. കൃത്യമായി മനഃശാസ്ത്രജ്ഞനാകുന്ന അതിൻ്റെ ഓതർ സമർത്ഥിക്കുന്നുണ്ട്, പിറകെ കൂടുന്ന ഒരു പുരുഷൻ്റെയും ലക്ഷ്യം സ്നേഹമല്ല, സംശുദ്ധമായ ജീവിതമല്ല, നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കലല്ല, മറിച്ച് ശരീരം മാത്രമാണ്. ശരീരം മാത്രമാണ്. അവരുടേതായ സംഗതികളും ഇംഗിതങ്ങളും തീരുമ്പോൾ കൊല്ലാൻ നോക്കും. വെട്ടിനുറുക്കി സൂട്ട് കേസിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 25,000-ത്തിലധികം
ലൈസൻസ് ഉള്ള വേശ്യകൾ പ്രവർത്തിക്കുന്ന ഒരു വേശ്യത്തെരുവാണ് ഞാൻ പറഞ്ഞ സോണാഗച്ചി, പശ്ചിമ ബംഗാളിലെ. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന സമയത്ത് പ്രസവിച്ച പെൺകുട്ടികൾക്ക് മൂല്യം കുറയും. അതുകൊണ്ട് എന്ന് ഗർഭമുണ്ടായാലും അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് എടുക്കുക, കഥയല്ലത് ജീവിതം ഷേധ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഒരു സ്കെൽറ്റ് പെൺകുട്ടി വരും, കോടതിയുടെ മുന്നിൽ പോയി പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു ബി കുട്ടിയാണ്, നല്ലൊരു ഹോമിയോ ഡോക്ടറുടെ മകളാണ്. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നു. മറുതരക്കൽ അരുൺദാസ്. ഒരു കൗതുകത്തിന് അവരതങ്ങനെ തുടർന്നു. പിന്നെ പലയിടങ്ങളിൽ വെച്ച് കാണലായി, പലയിടങ്ങളിലും വെച്ച് അവർ സംഗമിക്കലായി. ഒടുവിൽ തുളസിമാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് കല്യാണം കഴിക്കുന്നു. ആ ബീക്കുട്ടി പേര് ഷേധ എന്നാക്കി മാറ്റുന്നു. ബാക്കിയുള്ള കഥ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ നാവ് കൊണ്ട് കേൾക്കുക. എനിക്ക് കൂടുതൽ അവരെക്കുറിച്ച് പറയാൻ വയ്യ. കാര്യം പിന്നീട് നിങ്ങളുടെ നാട്ടിൻ്റെ പരിസരത്ത് തന്നെയുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥി, അവനെയൊക്കെ വിട്ട് നിരന്തരമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ അവരും ഇപ്രകാരം ചാടിപ്പോയ അവരുടെ അമ്മായിയുടെ മകളുണ്ടായിരുന്നു, വേറൊരുത്തി. അവരൊക്കെ പിന്നെയും ദീനിലേക്കും ഇസ്ലാമിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക, ഈ സാധനം ഒന്ന് കേൾക്കുക. ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് 4 പ്രാവശ്യം ഗർഭമുണ്ടായി. ഓരോ സമയവും ഭർത്താവെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ കൂടെ പോയവനും അവൻ്റെ അമ്മയും ചേർന്നിട്ട് അത് ജ്യൂസ് അടിച്ച് കളഞ്ഞു. അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ചെറിയ ഭ്രൂണാവസ്ഥയിലൊക്കെ അത് ചെയ്യാമെന്നല്ലാതെ പല ഡോക്ടർമാരും കുട്ടിക്ക് വൈകല്യം വരും, കുട്ടി തല കുത്തനെയുള്ളത്, കുട്ടി മലർന്നുള്ളത്, ചെരിഞ്ഞായിരുന്നത്, അതുകൊണ്ട് അതിനെ കളയണം എന്നൊക്കെ പറയുമ്പോഴേക്ക് സമ്മതം കൊടുക്കാൻ 4 വട്ടം ആലോചിക്കണം. ഡിയാൻസി നടത്തൽ കണ്ടുപിടിച്ച ഡോക്ടർ 2000-ഓളം ഡിയാൻസി ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം ഗർഭാശയത്തിൻ്റെ ഉള്ളു കണ്ടുകൊണ്ട് അയാൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യമാണ് ഡിയാൻസി ചെയ്തത്, ഒരൊറ്റ പ്രാവശ്യം. പിന്നെ അദ്ദേഹത്തിന് കത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്തേ കാര്യം? പ്രത്യേകമായി കത്രിക ഉപയോഗപ്പെടുത്തി ഗർഭപാത്രത്തിലേക്ക് കയറിച്ചെന്ന് ആ കുട്ടിയെ തൊടുന്നിടത്ത് മുറിച്ച് പീസാക്കി എടുക്കുകയാണ്. വേദന അനുഭവിക്കുന്ന കുട്ടി, 4-ാം മാസം മുതൽ ഹൃദയം സ്പന്ദിക്കുന്ന കുട്ടി, മാതാവും പിതാവും സന്തോഷങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടി, മാതാവും പിതാവും സന്തോഷം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടി. ഈ കുട്ടിയെ കയ്യിന് വൈകല്യമുണ്ട്, കാലിന് വൈകല്യമുണ്ട് എന്ന് പറഞ്ഞ് മുറിച്ചെടുക്കുകയാണ്. ആ കുട്ടി പടക്കണത് കണ്ടപ്പോൾ ഇനി ഞാൻ ഈ പരിപാടി ചെയ്യൂല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് വായിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം അടിച്ച് ജ്യൂസ് അടച്ച് കഴിഞ്ഞു. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെയൊക്കെ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ പ്രസവം നടന്നതാണെങ്കിൽ വില കുറയും. 4-ാമത്തെ കുട്ടിയെയും ജ്യൂസ് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പെണ്ണ് ശക്തമായി എതിർത്തു. നിങ്ങൾക്ക് 4 പ്രസവിക്കാമെങ്കിൽ എനിക്കെന്തേ ഒന്നുപോലും പറ്റൂലെന്ന് ചോദിച്ചു. അന്ന് മുതൽ കഠിനമായ പീഡനമായി, ബൈക്കിൽ നിന്ന് വീഴ്ത്തി. നല്ല തണുപ്പുള്ള മഴയും ഇടിയും മിന്നുള്ള രാത്രിയിൽ ചാക്ക് വിരിച്ച് സിറ്റൗട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നു. ഇതൊരു കുട്ടിയുടെ അനുഭവമേ അല്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ പെൺകുട്ടികളെല്ലാവരും വിചാരിക്കണേ എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യൂല, എന്നെങ്ങനെ പൂ പോലെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും മാനിക്കാതെ ഇറങ്ങിപ്പോകാൻ ഇവർക്ക് കഴിയണത്. അതിന് പ്രേരണ നൽകുന്നതാണ് സിനിമകളെല്ലാം, മാപ്പിളപ്പാട്ടുകൾ പോലും. നിക്കാഹ് നടക്കുന്നിടത്ത് ചെന്നിട്ട് ഫാത്തിമ എന്ന് വിളിച്ച് പാട്ട് പാടിയിട്ട് വധുവിനെ ഇറക്കിക്കൊണ്ടുവരുന്ന പാട്ട് ഒരാഴ്ച കൊണ്ട് 25,000 CD ചെലവായത് കേരളത്തിൽ. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ തലക്കുമീതെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളല്ലാതായിത്തീരുന്നു. എങ്ങനെയാണ് നമുക്കൊരു ശാന്തമായ ജീവിതം സ്വപ്നം കാണാൻ കഴിയുക? എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ, എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ കുറ്റപ്പെടുത്തുകയാണ്, സ്ത്രീവിരുദ്ധനാണ് എന്ന് അടിയിൽ കമൻ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഒരു വിരോധമല്ല ആരോടും, ഇത്തിരിയും ഒരു വിരോധമല്ല. പക്ഷേ ഇത്തരം രംഗങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഇടപെടേണ്ടി വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ തുറന്ന് പറയേണ്ടി വരും.
മാതാവിൻ്റെ സമ്മതത്തോടുകൂടെ കാമുകനകത്ത് കയറ്റുന്ന പെൺകുട്ടികളുണ്ട്. മാതാവിൻ്റെ സമ്മതത്തോടെ ഏത് സ്ഥലത്തേക്ക് അഴിഞ്ഞാടാൻ പെൺകുട്ടി സമ്മതം ചോദിച്ചാലും അതിന് സമ്മതവും പണവും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അങ്ങനെയാണ് 12:30 മണിക്ക് കൊച്ചിയിലെ മെട്രോയുടെ പില്ലറിൽ തൂണിൽ കാറിടിച്ചിട്ട് മരണപ്പെടുന്ന 2-3 പേരുടെ ചിത്രം വരുമ്പോൾ ഗണേശനോടൊപ്പവും ജോസഫിനോടൊപ്പവും ഇങ്ങനെ മുഖം ഇത്രക്ക് തട്ടമുട്ട ഫാത്തിമക്കുട്ടി വരുന്നത് എവിടുന്ന് വരികയാണ് ഇവർ? ഞാനീ പറഞ്ഞ കേസിൽ സുഹൃത്തായ ഒരുത്തൻ്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട് 11 മണിക്കെന്നും പറഞ്ഞാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ല, എന്നെ സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ കടന്നുറങ്ങിയ ആ കുട്ടിയെ വിളിച്ചുണർത്തി പറഞ്ഞയക്കുന്നത് ഉമ്മയാണ്. കൂടെ ആങ്ങളയില്ല, ഭർത്താവില്ല, പിതാവില്ല. പോകുന്നത് അനിവാര്യമായൊരു കാര്യത്തിനുമല്ല, ഏതോ ഒരു കോളേജിൽ പഠിച്ച കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് രാത്രി 11 മണിക്ക്. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് വാർത്തകൾ വരുന്നത്. ഡിവൈഡറിൽ കയറി കാറുമറിഞ്ഞ് 4-5 പേർ മരിക്കുമ്പോൾ 4 അന്യരാകുന്ന പുരുഷന്മാരും ഒരു മുസ്ലിം പേരുള്ള പെൺകുട്ടിയും കടന്നു വരുന്നു. ഇതെങ്ങനെ സാധിക്കുക? ഇതെങ്ങനെയാണ് സാധിക്കുക? പെൺകുട്ടി എവിടെയോ പഠിക്കുകയാണ്, എവിടെ ബാംഗ്ലൂരിലാണ്, എന്താ പഠിക്കണ അറിയില്ല, എവിടെ താമസിക്കണ അറിയില്ല. പിന്നെ അവൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രമാത്രം അറിയും. എന്തൊക്കെ പഠിക്കണു അതും അറിയില്ല, എന്തൊക്കെ പഠിക്കണു അതും അറിയില്ല. നമ്മുടെ മക്കൾ നമ്മുടേതാവണമെങ്കിൽ കുറേ ടാസ്ക് എടുത്തേ പറ്റുള്ളൂ. രക്ഷിതാവാന്നുള്ളത് ഫോം പൂരിപ്പിക്കുമ്പോൾ മാത്രം എഴുതാനുള്ളൊരു സംഗതിയല്ല. പ്രസവിക്കാനും ഉമ്മയാവാനും എല്ലാവർക്കും കഴിയും, വാപ്പയാവാൻ അതിലേറെ എളുപ്പം സാധിക്കും. പക്ഷേ രക്ഷിതാവാവണമെങ്കിൽ ഇത്തിരി അധ്വാനം വേണം. എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ധാർമ്മിക ബോധത്തോടു കൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക? അതുകൂടെ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമ്മുടെ മക്കളെ ധാർമ്മിക ബോധത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക? ഒറ്റ വാക്കിൽ ഞാനത് അവസാനിപ്പിക്കാം. ചെറിയ കുട്ടികളാകുന്നിടം മുതൽ പരിശുദ്ധമായ ദീൻ അവരുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. വേറൊരു മാർഗമല്ല. ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൻ്റെ മെസ്സേജ് അവരുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കണം. ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൻ്റെ സംസ്കാരം അവരുടെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഏതായാലും ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്ന ഒരു കണക്കുണ്ട് കേരളത്തിൽ. 14-15 വയസ്സ്. ഓളിപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്ന് ആങ്ങളെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്ലീവ്ലെസ് ആയ ഒരു ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട്, കയ്യില്ല, അതൊരു ട്രെൻഡാണ്. പെൺകുട്ടികൾക്ക് പൊതുവേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവരുടെ ശരീരം പ്രകടിപ്പിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നു. അവരത് തുറന്നു പറയില്ല. ഞങ്ങൾക്ക് കംഫർട്ടായ ഡ്രസ്സ് ഇതായതുകൊണ്ടാണെന്നാണ് പറയാം. അവർക്കത് കംഫർട്ടാണെങ്കിൽ വലിയ ജോലി അവരെക്കാളും ചെയ്യുന്ന പുരുഷന്മാർക്ക് എന്തായാലും സ്ലീവ്ലെസ് ടീഷർട്ടും ഷർട്ടും കംഫർട്ടാവണം. അനുഭവം അങ്ങനെയല്ല. എക്സിക്യൂട്ടീവായ പുരുഷനെ നമ്മൾ നോക്കുക, ഇത്രയ്ക്ക് കൈയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടകോപീനിയും കെട്ടി ഷൂവും സോക്സും ഒക്കെ ഇട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗം പോലും കാണിക്കാതെ നിൽക്കുന്നവൻ പുരുഷന്മാരിൽ എക്സിക്യൂട്ടീവ് ആവും. അവൻ്റെ ജോലിക്ക് തടസ്സമൊന്നുമില്ല, അവൻ ആ ഡ്രസ്സ് കംഫർട്ടല്ലാതെ വരുന്നില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടി എക്സിക്യൂട്ടീവ് ആവണമെങ്കിൽ പരമാവധി അഴിക്കണം. ആരാ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെങ്ങനെ പറ്റിച്ചത്? ആരാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? പെൺകുട്ടിയെ ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പരമാവധിക്കപ്പുറം ഡ്രസ്സ് ഒഴിവാക്കണം. ധാർമ്മിക മൂല്യം പാലിക്കുന്ന മതമേതായാലും കുറേ നന്മകൾ പാലിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ പോലും അപ്പോൾ കൈ പാടില്ല കുപ്പായത്തിന്. കഷ്ടിച്ചുകൂടെ വയറിൻ്റെ അടുക്ക് എത്താനേ പാടുള്ളൂ. അത് ട്രൗസറാണ് ഇഷ്ടം, അത് അത്ര തന്നെ സമ്മതിക്കണമില്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിച്ച പാൻ്റാവാം. പക്ഷേ അതിൻ്റെ പലയിടങ്ങളിലും പൂച്ച മാന്തിയതുപോലെ മാന്തി പൊളിച്ചിരിക്കണം. എന്നിട്ട് അങ്ങനെ ജീവിക്കണം. പെൺകുട്ടിക്ക് 14-15 വയസ്സായിക്കണ്, ഒക്കെ കുട്ടിയല്ലേ എന്നാണ് ഉമ്മാൻ്റെ അഭിപ്രായം. ആ കുട്ടി പോയി ടെക്സ്റ്റൈൽസ് ഒന്നും മേടിച്ചതല്ല ഇത്. വാപ്പ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ട്, അവൻ മേടിച്ചു കൊടുത്തെടുത്തതാണ്, അല്ലെങ്കിൽ ആങ്ങളെ മേടിച്ചു കൊടുത്തെടുത്തതാണ്, അല്ലെങ്കിൽ സംയുക്തമായി പോയി എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. ഈ പെൺകുട്ടി ഇത്തിരി കൂടെ വലുതായി, പ്രായപൂർത്തിയൊക്കെ ആയി. 14 വയസ്സുകാരൻ്റെ പ്രായപൂർത്തി ആയില്ല എന്നല്ല ഞാൻ പറയണത്. നമ്മുടെ കേരളത്തിൽ 6-ാം വയസ്സിൽ മെൻസസ് വ്യാപകമാവുന്നു എന്നാണ് പഠനം.
അന്തം വിട്ട് പറയല്ല. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിൻ്റെ മനുഷ്യനെ തിന്നുന്ന കോഴി എന്ന പുസ്തകം വായിക്കുക. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാട്, പേര് മാറണ്ട, പുസ്തകത്തിൻ്റെ പേര് മനുഷ്യനെ തിന്നുന്ന കോഴി എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, 6 വയസ്സാകുന്നതിൻ്റെ മുമ്പ് കേരളത്തിൽ വ്യാപകമായി മെൻസസ് ആർത്തവം തുടങ്ങുന്നു എന്നാണ്. ഫിഖ് മസലൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. 9 വയസ്സാവാൻ 16 വയസ്സുള്ള കമരിയായ ഷെഹറൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സയൻറ്റിഫിക്കായ എവിഡൻസ് അനുസരിച്ച് ആർത്തവം എന്ന് പറയുന്ന സാധനം 6-ാം വയസ്സിൽ തുടങ്ങുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് വാർദ്ധക്യം പിടിക്കുന്നു. 40-42 വയസ്സാകുമ്പോഴത്തേന് വൃദ്ധരാകുന്നു. ഉരവേദന, കൈവേദന, കാലുവേദന, ഒന്നിനും പറ്റാത്ത ജീവിതം. കാലെടുത്തേക്കാൻ ഉമ്മ, മറ്റേ കാലെടുത്തേക്കാൻ പ്രസവത്തിന് നോക്കാൻ വന്ന താത്ത. ഒരു കാലെടുത്തേക്കാൻ അമ്മ, അടുത്ത കാലം മറ്റേ ആൾ, പിന്നെ ഈ കാലം ഉമ്മ എടുത്തേക്കുക, ഈ കാലം മറ്റേ താത്ത എടുത്തേക്കുക. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ത്രീകളും 60% എനിമിയ എന്നുള്ള പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്താ എനിമിയ? രക്തക്കുറവ്. എല്ലാ സന്ധികളിലും വേദന വരും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, കണ്ണിന് ചുറ്റും കറുത്ത പാടുണ്ടാകും, പലപ്പോഴും ഇങ്ങനെ മൂകമായിരിക്കും, ആരെങ്കിലും വിളിക്കൊക്കെ ആണെങ്കിൽ ഞെട്ടിച്ചാടും, വിഷാദം വരും, ഉറക്കില്ലാതെ വരും. പൊതുവേ മനുഷ്യന് ഗുണപ്രദമല്ലാത്ത എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. ഭീഷണിപ്പെടുത്താനല്ല ഞാനിത് പറയണത്, നമ്മൾ ആരാവണം എന്ന് പറയാനാണ്. ഇത്തരം ഘട്ടത്തിൽ വെറും അങ്ങാടി ഫുഡുമായിട്ട്, വെറും ഷോപ്പിങ്ങുമായിട്ട് നിസ്കാരം കലാക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ആർക്കും ഒരു പ്രയാസമില്ലാതായി മാറി. ഷോപ്പിങ്ങിന് പോയിട്ട് എടീജ് മൊബൈലിക്ക് നോക്കാം, 6:15 അസറിക്കരിച്ചണ്ടേ എന്ന് നോക്കുമ്പോൾ മൂത്ത മോള വക ഒരു ഫത്വ, നമുക്ക് മരുവിൻ്റെ ഒപ്പം കലാ കിട്ടിയാൽ പോരേന്ന്. കലാ വീട്ടൽ ഒരിക്കലും കലാ ആക്കുന്നതിന് പരിഹാരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കുറ്റത്തുനിന്നോട് പോകാനും പറ്റൂല. വഖത്തിനെ തൊട്ട് നിസ്കാരത്തെ ബോധപൂർവം പിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മാരകമായ കുറ്റത്തിൽ നിന്ന് മാറാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കലാ വീട്ടൽ 0.5% പരിഹാരമല്ല. ഒരു മുട്ടുശാന്തിക്ക് നടത്തുന്നതായി കലാ വീട്ടൽ. അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പൊറുക്കണില്ലെങ്കിൽ നിസ്കാരം ബോധപൂർവം കലാ ആക്കിയതിൻ്റെ പണിഷ്മെൻറ്റ് ഖബർ മുതൽ സഹിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായൊരു സംഗതിയാണ്, ജുമ എന്നൊരു പ്രധാനമില്ലാതായിപ്പോയി. കാര്യം കുറേ കാലം ജുമ നിസ്കരിക്കാതെ നടന്നു, അന്തം വിട്ട് നടന്നു. അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ജനൽ കണ്ടിട്ടുണ്ടോ പുറത്തേക്ക്? ഇല്ല. എന്തേ? കയറിയപ്പോൾ നട്ടുച്ച, ഇപ്പം ഏകദേശം ആകാശം ഇങ്ങനെ കറുത്തിരുണ്ട് വന്നു എന്നാരും കാണാൻ പറ്റൂല. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുമരിൽ ക്ലോക്ക് വെച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ക്ലോക്ക് വെച്ചാൽ നമ്മളത് കണ്ടുപോകും. വാച്ച് സമയം ഉണ്ടാകും, മൊബൈൽ സമയം ഉണ്ടാകും. ബോധപൂർവം നോക്കിയാലേ സമയം എത്ര ആയി എന്നുള്ളത് അറിയുള്ളൂ. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അതിന് നമുക്ക് പറ്റുണ്ടാവില്ല. ക്ലോക്ക് ചുമരുമുണ്ടെങ്കിലോ ചിലപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും കാണും. 2:45 കയറിയതാണ്, ഇപ്പോൾ 6 മണി ആവാനായി എന്ന് ബോധ്യപ്പെടും. അതില്ലാതാവാൻ ഒരു സൂപ്പർ മാർക്കറ്റിലും ചുമരുമ്മ ക്ലോക്ക് ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, നമുക്ക് നിത്യമായി ആവശ്യമുള്ള പച്ചക്കറി, മത്സ്യം, അരി പോലെയുള്ള സാധനങ്ങൾ ഏറ്റവും ലാസ്റ്റ് കോർണറിലേ വയ്ക്കൂ. അത് വാങ്ങാൻ വേണ്ടി പോണ വയ്ക്കൊക്കെ കിറ്റ് കാറ്റ് കാണണം, മഞ്ച് കാണണം, അത് കാണണം, ഇത് കാണണം. ഒപ്പമുള്ള കുട്ടികളൊക്കെ ഓരോന്നോരോന്നെടുത്ത് വണ്ടിയിലിടണം. അരി വാങ്ങാൻ സ്ഥലമില്ലാത്ത വിധം അവിടെ എത്തുമ്പോഴേക്ക് വണ്ടി നിറയണം. ഇത് അവർ ചെയ്യണ ഒരു കുറ്റവും ദ്രോഹമൊന്നുമല്ല, ബിസിനസ് പ്രധാനമാണ്, അതിനുള്ള ഹിക്മത്തൊക്കെ അവർ ചെയ്യും. പക്ഷേ ഇതിനിടയ്ക്ക് ഷോപ്പിംഗ് നടത്തി സമയം അറിയാതെ നിസ്കാരം കളാക്കുന്നതിന് നമ്മൾ ഖിയാമത്ത് നാൾ വരെ നിന്ന് നിസ്കരിച്ചാലും പകരമല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കണം. ഇത് ചില്ലറ സംഗതിയല്ല. നമ്മളീ പരിസരത്ത് മാത്രം ആഘോഷിക്കാനും ആനന്ദം കാണാനുള്ള പാർക്കുകളുടെ കണക്കൊന്നും എടുക്കൂ നിങ്ങൾ. നമ്മുടെ പരിസരത്ത് മാത്രം, നമ്മുടെ പരിസരത്ത്, ഞാനും അത്ര ദൂരക്കാരനൊന്നുമല്ല, നമ്മുടെ ഈ ചട്ടിപ്പറമ്പ്, പടപ്പറമ്പ്, പുഴക്കാട്ടിരി, അങ്ങാടിപ്പുറം, വളാഞ്ചേരി, ഈ ഒരു പരിസരത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെ കണക്കെടുക്കും.
മഹല്ലിൽ 1 എന്നുള്ള വീതം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ഥലങ്ങളും പേരൊന്നും പറയണില്ല. അവിടെ 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് ചാടിക്കളിച്ച് വന്നാലേ സംഗതി മുതലാവുള്ളൂ. അപ്പം അതിൻ്റെ ഇടക്ക് അസറോ അത് കഥ കിട്ടിയ പോരെ, അതിൻ്റെ ഇടക്ക് അസറോ അത് കഥ കിട്ടിയ പോരെ. ആര് പറഞ്ഞു അത് കഥ കിട്ടിയാൽ മതിയെന്ന്? ആര് പറഞ്ഞു അത് കഥ വീട്ടിയാൽ മതിയെന്ന്? എന്ന് എൻ്റെ കൂടെ പോരാ ഏതെങ്കിലും 2 ആളുകൾ, ആണും പെണ്ണും ഒന്നിച്ചിറങ്ങിയിട്ട് റോഡ് സൈഡിലും പറമ്പിലും നിന്ന് മിന്നാമിന്നി ലൈറ്റിൻ്റെ ചുവട്ടിൽ ഭക്ഷണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ഈ പരിസരത്ത് മൊത്തം. അവരുടെ ബിസിനസ് മൈൻഡിനെ ഞാനൊന്നും പറയണില്ല, അതവരുടെ ഇഷ്ടം, അതവരുടെ ഇഷ്ടം. പക്ഷെ നേരത്തെ വന്ന് ഇഷായിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലും ഇഷാൻ്റെ ശേഷവും രാത്രി 11 മണിക്കും 12 മണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കുട്ടികളും മക്കളുമായിട്ട് ഒന്നിച്ചിറങ്ങി വന്ന് മിന്നിത്തിളങ്ങണ ലൈറ്റിന് ചുവട്ടിൽ പലപ്പോഴും ഗാനമേളയും പാട്ടും കൂത്തുമൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് തീർക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കണ്ടേ? അതിൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കണേ ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ സംസാരിക്കുന്നേ ഇല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തീർക്കുക, തീരുമാനിക്കുക. അതിൻ്റെ മതപരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? രാവിലെ മദ്രസ വിട്ട് കുട്ടി വന്നാൽ ആദ്യം ചെയ്യണ പരിപാടി എന്താ? അവൻ്റെ ബാഗ് അവൻ എങ്ങടെങ്കിലും ഇടും. പിറ്റേ ദിവസം മദ്രസക്ക് പോകുമ്പോൾ ഒന്നാമത് ചെയ്യണ പരിപാടി എന്താണ്? ഉമ്മാൻ്റെ ബാഗ് ഉണ്ടോ, താത്താൻ്റെ ബാഗ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു നടത്താണ്. അവസാനം എല്ലാവരും കൂടി തെരഞ്ഞ് ദേ കിട്ടിയാറിന് പണ്ട് അൽക്കമടി സുറൈക്കാന്ന് പറഞ്ഞ് ചാടിയതുപോലെ ദേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആ കുട്ടി മദ്രസ വിട്ട് വന്ന് പിറ്റേ ദിവസം മദ്രസക്ക് പോവുകയോളം ഈ സാധനം തൊട്ട് നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. കാര്യം ലൈറ്റിൻ്റെ ഒട്ടിരുന്നിട്ട് ചോറയ്ക്കാൻ പോയതായിരുന്നു. ഇന്നലെ മഗ്‌രിബിക്ക് ഇറങ്ങിയതാ, വന്നപ്പോഴേക്ക് 11 12 മണിയായിട്ടുണ്ട്. നമ്മളൊരു യാത്രയിലാണ്, കുഞ്ഞു കുഞ്ഞു യാത്രയല്ല, പ്രധാനപ്പെട്ടൊരു യാത്ര, മറക്കാൻ പാടില്ലാത്തൊരു യാത്ര. എരഞ്ഞോളി മൂസാക്ക പാടിയതുപോലെ തീരെ മടക്കമില്ലാത്ത യാത്ര. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, എപ്പോഴും അതൊന്ന് ഓതിക്കൊണ്ടിരിക്കണം. സൂറത്തുൽ ബഖറയുടെ 281 വാക്യം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം വരും. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന്. ഇൻസ്റ്റയിൽ കുത്തിത്തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകാര്യം ചെയ്യണം, ഓർമ്മ വേണം. ഇൻസ്റ്റയിൽ ഏതോ ഒരുത്തൻ്റെ റോസാപ്പൂ വരുന്നു, അപ്പോഴേക്ക് പെൺകുട്ടി വിജൃംഭിതയാകുന്നു. ഒരു റോസാപ്പൂ വിട്ടവൻ ഒരു കൊട്ട റോസാപ്പൂ അങ്ങോട്ട് അയച്ചു കൊടുക്കണത്. അപ്പോൾ അവൻ്റെ പകരം മുന്തിരിക്കോല അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് നല്ലൊരു വത്തക്കയുടെ പകുതി പീസോട് വിട്ട് കൊടുക്കണത്. പിന്നെ മെസ്സേജുകളാകുന്നു, പിന്നെ ഫോട്ടോസ് ആകുന്നു. ഫോട്ടോ പിന്നെ അടിയിൽ നിന്നൊക്കെ എടുക്കൽ തുടങ്ങണ്. ക്ഷമിക്കണം, എന്നെ അത് പറയാൻ സമ്മതിക്കണം. ഞാൻ രാവിലെ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ വശപ്പഴകുണ്ട് എന്ന് അയാൾക്ക് തോന്നി. പലപ്പോഴായിട്ട് ചോദിച്ചു, നീ ആരോടായി സംസാരിക്കണത്, നീ ആരോടായി മെസ്സേജ് വിട്ട് കളിക്കണത്? അവർ നിഷേധിച്ചു. അങ്ങനെ ഒരു പരിപാടിയല്ല, എൻ്റെ അമ്മനോടാ എൻ്റെ ആങ്ങളനോടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായി വയലൻ്റായി. പക്ഷെ അദ്ദേഹത്തിന് സംശയം വിട്ടില്ല. അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തായ കമ്പ്യൂട്ടർ വിദഗ്ധനെ സമീപിച്ച് അയാൾ പറഞ്ഞ പൈസ കൊടുത്തിട്ട് ഇവളുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ചങ്ങാതി മനോഹരമായി അത് ചെയ്തു. അപ്പോൾ ഇവൻ സംശയിച്ചതുപോലെ ഒരു ചങ്ങാതിയോട് നിരന്തരമായി ചാറ്റ് ചെയ്യുന്നു. അവൻ ഇവളെ മനോഹരമായി ചീറ്റ് ചെയ്തിരിക്കുന്നു. വൃത്തികെട്ട ഫോട്ടോസ് മൊത്തം അഴിച്ചു കൊടുത്തിരിക്കുന്നു. അവൻ്റെത് ഇങ്ങോട്ടും വന്നിരിക്കുന്നു. ഞാൻ പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ വൺസ് അപ്പോൺ എ ടൈം പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള കഥ അല്ല പറയണത്. വ്യാഴാഴ്ച രാവിലെ എന്നെ വിളിച്ച ആലപ്പുഴക്കാരൻ സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ എന്നോട് പച്ചക്ക് വിശദീകരിച്ചൊരു കാര്യം, ഇതിലെങ്ങനെ ഇടപെടണം എന്നാണ് അവൻ എന്നോട് ചോദിക്കുന്നത്. എൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് അത്രേ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തോ ഒരു ഗുണം കിട്ടുന്ന ആൾക്ക് തെറ്റിദ്ധരാനുണ്ടാവും. കഥ കഴിഞ്ഞില്ല. ഈ ഹാക്കർക്ക് തോന്നി എന്നാൽ ഇവളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങാതിൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്യണം. പൈസ ഒന്നും ഇല്ലാതെ അവനത് ഹാക്ക് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മനസ്സിലാക്കണം, 100 ചില്ലാനം പെണ്ണുങ്ങളുടെ ഇതേപോലെയുള്ള വൃത്തികെട്ട ഫോട്ടോസും ചാറ്റിങ്ങും ചീറ്റിങ്ങും നിറഞ്ഞു നിൽക്കുന്നു അവൻ്റെ ഫോണിൽ. അവൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ ഷെയർ ചെയ്തിരിക്കുന്നു, പലർക്കും.
ഒന്നുകൂടെ കിട്ടിയടാന്നും പറഞ്ഞിട്ട് അവൻ മെസ്സേജ് വിട്ടിരിക്കുന്നു. 100 പെണ്ണുങ്ങളുടെ മാനം, ആത്മാഭിമാനം, കുടുംബജീവിതം, സമൂഹത്തിലുള്ള മാന്യത എല്ലാം അവനെ ആശ്രയിച്ച്, അവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. വത്തൊക്കെ വരുമ്പോൾ തിരിച്ച് തേങ്ങാക്കൊല വിടുമ്പോൾ ഇതങ്ങോട്ട് തോന്നൂല. ഈ ഉസ്താദ്മാർക്ക് ഇതന്നെ പറയാനുള്ളൂ എന്നുള്ളത് ചിലപ്പോൾ തോന്നിപ്പോകും. വായന ആ പരിപാടിയില്ല, ഖുർആനോ തീരെയില്ല, ദിക്റ് ചൊല്ലൽ എടുത്തുപോയി. പിന്നെന്താ പരിപാടി? രാവിലെ മുതൽ വൈകിട്ട് വരെ തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. എത്ര മനോഹരമായി ബിരിയാണി നിർമ്മിക്കുന്നവരാണ് ഈ മറയ്ക്കപ്പുറത്തുള്ളവർ. അത് പണ്ട്. ഇപ്പോൾ ബിരിയാണി നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിച്ചൺ 2 മണിക്കൂർ കാണണമെന്ന് വന്നാൽ, ഈ 2 മണിക്കൂർ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ആരോട് സമാധാനം പറയും? കേരളത്തിലെ യുവാക്കൾ 4 മണിക്കൂറോളം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട്. 4 മണിക്കൂർ ജീവിതത്തിൽ നിന്ന് 4 മണിക്കൂർ, 24 മണിക്കൂറിൽ 4 മണിക്കൂർ ഫോണിന്. നമ്മുടെ ജീവിതം എത്ര ശുഷ്കായി പോകും? അല്ലാഹു 60 വർഷം നമുക്ക് ജീവിതം നൽകുന്നുവെങ്കിൽ ഡെയിലി 4 മണിക്കൂർ വീതം തോണ്ടിക്കളിക്കാനും മൊബൈൽ ഫോണിൽ പേ നോക്കാനും മാറ്റിവെച്ചാൽ പിന്നെ എത്ര അവശേഷിക്കുന്നുണ്ടാവും ആഖിറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഇൽമു ചെയ്യാൻ, ഇൽമു പഠിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ? മസ്കറ്റിലെ കാബൂസ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. അവർ പറയുന്ന ഒട്ടുമിക്ക കുടുംബ വിച്ഛേദങ്ങളുടെയും കാരണം ഭാര്യയും ഭർത്താവും ഉമ്മയും മക്കളും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം മൊബൈലാണെന്നാണ്. പരസ്പരം സംസാരിക്കാൻ ഒഴിവില്ല. മകനോടും മകളോടൊപ്പം ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ മാതാവിനും പിതാവിനും ഒഴിവില്ല. നേരത്തെ നിസ്കരിച്ച് ഹദ്ദാദൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തും. മൂപ്പര് ഫോൺ എടുത്തിട്ട് മൂപ്പർക്ക് വരുന്നിടത്ത് കൂടും. ഇയാൾ വന്നതുപോലും അറിയാതെ ഉമ്മാൻ്റെ ഫോണിലായിരിക്കും. മക്കളൊക്കെ ഓരോരുത്തരുടെ ഫോണിലുമായിരിക്കും. നെറ്റുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ എല്ലാവർക്കും കാണാവുന്ന കോമൺ റൂമിലും ഹാളിലും വെച്ച് മാത്രമാക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളുടെ പകുതി ഒരു കൊല്ലം കൊണ്ടില്ലാതെയാകും. കോമണായിട്ട് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ നെറ്റ് വേണ്ടി വരും. ആ കമ്പ്യൂട്ടർ ഡൈനിങ് ഹാളിലാണ് വെക്കേണ്ടത്. കുറച്ചും കൂടി നല്ലത് സിറ്റ് ഔട്ടിലാണ്. രാത്രി റൂമടച്ചു ഒരാളും ഫോൺ കൊണ്ട് അകത്തു പോകരുത് എന്ന് കട്ടായം പറയാൻ വാപ്പയാണോ? സാധിക്കണം. വാപ്പയാണെങ്കിൽ സാധിക്കണം, ഉമ്മയാണെങ്കിൽ സാധിക്കണം. വീട്ടിലുള്ള മൊത്തം ഫോണുകൾ കൊണ്ടുവരുമെന്ന് പറയണം. ഒരു 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക്. അതിനുവേണ്ടി ഒരു തട്ട് വേണം. എല്ലാം അതിൽ വെക്കാൻ പറയണം, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയണം, സൈലൻ്റ് ആക്കാൻ പറയണം, ഡോണ്ട് ഡിസ്റ്റർബ് ആക്കാൻ പറയണം. അത്ര അർജൻറ്റുള്ള കേസാണെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ഫോണിലേക്ക് വിളിക്കട്ടെ. ഈ സാധനം ഒരു മാനസിക രോഗമായി മാറുന്നു. എന്താ റേഞ്ച് വരാത്തു എന്നുള്ള ചിന്ത, എന്താ ആരും വാട്സപ്പിൽ ബന്ധപ്പെടാത്തു എന്നുള്ള ചിന്ത. പഠിക്കാനിരിക്കുകയാണ് പെൺകുട്ടി, ഈ സാധനം അടുത്ത് കുത്തിവെച്ചിക്കണ്. ഇടക്കിടക്കുള്ള നോക്കണത് അവളുടെ ലവറോ ബെസ്റ്റിയോ ഒക്കെ എന്താ ഒന്നും വിടാത്തത് എന്നാണ്. ഇടക്കിടക്ക് നോക്കുകയാണ്. ഈ സമയം MC² ആപേക്ഷിക സിദ്ധാന്തം പഠിക്കുമ്പോൾ ഇടക്കിടക്ക് എടുത്ത് നോക്കുക, എന്താ ഒന്നും വിടാത്തത്. അതിൻ്റെ ഇടയിൽ ദേ വരുന്നു റോസാപ്പൂ. ഓളൊരു സന്തോഷം. ഇതിനിടയിൽ എവിടെ പഠിക്കാൻ പറ്റുക? എവിടെയാണ് പഠിക്കാൻ പറ്റുക? സയൻസിൻ്റെ വളരെയേറെ ഡീപ്പായി പഠിക്കേണ്ട, ടൈം എടുത്ത് പഠിക്കേണ്ട, ശ്രദ്ധ വേണ്ട മസാലകൾ പിന്നെ എങ്ങനെ പഠിക്കാൻ പറ്റും? വിദ്യാഭ്യാസപരമായി വളരെ ബാക്ക് പോകുന്നു. ധാർമ്മിക വശങ്ങൾ മാറ്റിവെക്കൂ, അതിൻ്റെ മതം മാറ്റിവെക്കൂ. നമ്മൾ 4 മണിക്കൂർ ഈ സാധനത്തിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ പരീക്ഷയിൽ ജയിക്കുക? ഒരു കച്ചവടക്കാരൻ 4 മണിക്കൂർ ഇതിൽ കൂടുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ കച്ചവടത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? ഒരു ഉദ്യോഗസ്ഥൻ 4 മണിക്കൂർ ഇതിൽ കൂടുമ്പോൾ എങ്ങനെയാണ് അവന് ഉദ്യോഗത്തോട് നീതി കാണിക്കാൻ കഴിയുക? ഒരു മാനേജർ 4 മണിക്കൂർ ഡയലി ഇതുമ്പോൾ കൂടുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ സ്ഥാപനം അവന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെ അവന് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? എല്ലാവരും ഇതിൽ തന്നെ കാണുന്നത് മൊത്തം ഒരു നിലക്കും ഉപകാരമില്ലാത്തത്. ചില പ്രത്യേക കോമാളികളൊക്കെ ഉണ്ട്. അവരിങ്ങനെ ചാടും, കളിക്കും, തല്ലും, ചാടി തലക്കടിച്ച് കൊല്ലാനാക്കും. ഇതൊക്കെ കണ്ട് ഫാൻസായി വളരുക നമ്മുടെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ എല്ലാവരും. എന്നിട്ട് അവർ പറയണതാണ് ഇപ്പോൾ അവർക്ക് തെളിവ്. ഡാഷ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അതാ ഉദ്ധരിക്കുന്നത്. എന്ത് മെസ്സേജാണ് ഇവരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്?
നമ്മളൊന്ന് ഉയർന്ന് ചിന്തിക്കൂ. എന്ത് മെസ്സേജാണ് ഇവർ നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? വാപ്പാൻ്റെ പേര് വിളിക്കണം എന്നാണ് ഒരു വിഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഒപ്പാന്നൊക്കെ വിളിച്ചിരുന്ന നമ്മുടെ മക്കളെ വാപ്പാനെ മുഹമ്മദേ എന്ന് വിളിപ്പിക്കാൻ ശീലിപ്പിക്കുകയാണ് ഇവർ. ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഒരു വല്യപ്പനെ ചെറിയൊരു പെൺകുട്ടി, വളരെ ചെറിയ പെൺകുട്ടി, കഷ്ടിച്ച് 2 വയസ്സ് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ വാട ഷെയ്ത്താനെ എന്ന് വിളിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടു. ഒരു വല്യപ്പനെ യാദൃച്ഛികമായിട്ട് കേട്ടുപോയത്. ഞാൻ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ജാള്യം, വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തെ വിഷമിക്കരുത് കരുതിയിട്ട് ഞാനത് കേൾക്കാത്തതുപോലെ അങ്ങോട്ട് നടന്നുപോയി. 3 വയസ്സുള്ള പെൺകുട്ടിക്ക് എങ്ങനെ വല്യപ്പാനെ ഇവിടെ വാട ഷെയ്ത്താനെ എന്ന് വിളിക്കാൻ പറ്റുക? അവിടെ തിരിഞ്ഞ് കളിക്കലടാ മൊയന്തേന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതാണ് വിളിച്ച് കേൾക്കുന്നത്. വാപ്പാനെ നേരെ ടൈറ്റ് പേരോ വിളിക്കണം. ഉമ്മാനെ പറ്റിച്ച് വാപ്പാൻ്റെ കള്ളപ്പുതിയണ്ണിനോട് സോപ്പടിച്ച് നിൽക്കാൻ മോനെ ഉപയോഗപ്പെടുത്തുക. കള്ളപ്പുതിയണ്ണിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ സ്വന്തം മോനെ കൊണ്ടുപോവുക. അവൻ സെലക്ട് ചെയ്ത കേക്ക് മേടിക്കുക. ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്താ? നമ്മൾ ഉറക്കാലോചിക്കണ്ടേ? അതിൻ്റെ മതപരമായ വിഷയം മാറ്റി വെക്കൂ. സാമൂഹികമായി നമുക്കൊരു ജീവിതമല്ലേ? സാമൂഹികമായൊരു ജീവിതമല്ലേ? ആരോഗ്യം സംരക്ഷിക്കേണ്ടതല്ലേ? ജോലി പ്രധാനമല്ലേ? സമ്പത്ത് ആവശ്യമല്ലേ? എല്ലാവരും ഇതിൽ കൂടിയാൽ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഇതിലായാൽ, സദാസമയം ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് വരെ ബസ്സെത്തി കിട്ടാൻ 2.25 മണിക്കൂർ എടുക്കും. പലപ്പോഴും ആ ബസ്സിൽ കയറുന്നയാളാണ് ഞാൻ. തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിട്ടൊക്കെ കോഴിക്കോട് എത്തോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണും, സങ്കടം തോന്നും. അവിടെ എത്തോളം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാലും ഇതൊരു ഫിനിഷിലേക്ക് എത്തലില്ല. അങ്ങനത്തെ ചില ഗെയിമുകളുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സ്വയം തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഫിനിഷിലെത്തൂല. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലക്ഷ്യമല്ല, പൊട്ടിച്ചുകൊണ്ടിരിക്കണ്. അപ്പോൾ ഒന്നിച്ച് വീണ് ബൂം എന്ന് പറഞ്ഞ് വീണ്, പിന്നെ ക്രാക്ക് എന്ന് പറഞ്ഞ് ഒന്നിച്ച് വീണ്, ഇങ്ങനെ മൊത്തം പൊട്ടിച്ചാടിയാലും അതൊരു എൻഡിലേക്ക് എത്തൂല. കാര്യം അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലക്ഷ്യമല്ലാതെ ഇങ്ങനെ സമയം കളയുന്നത് നമുക്ക് എന്തൊരു പുരോഗതിയാണ് ഉണ്ടാക്കുക. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് കാരണം 1700 ചില്ലാനം കുട്ടികൾ മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ പോലും ഒരു കുട്ടി ബ്ലൂ വെയിൽ കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മതപരമായ വിഷയങ്ങൾ നമുക്കൊക്കെ അറിയണതാണ്. തൽക്കാലം അതങ്ങനെ സ്വീകരിക്കാൻ നിങ്ങൾ മുതിരേണ്ട. മതം അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ സാമൂഹികമായ വശങ്ങളും വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇറങ്ങിപ്പോണത് മാതാവിനെയും പിതാവിനെയും വത്സിച്ചുകൊണ്ട് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലുള്ള ഊരമുറിഞ്ഞൊരു ചെറുപ്പക്കാരനെ സേവിക്കാൻ വേണ്ടി, അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി വരുന്നതും അവളുടെ ജീവിതം അവനോടൊപ്പം ഇങ്ങനെ ചെലവഴിക്കുന്നതും വാർത്താ പ്രാധാന്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ജീവിതം പ്രധാനമാണെന്നറിയുമ്പോഴേക്ക് കുറേ വൈകിയിട്ടുണ്ടാകും. സിനിമാ നടിയെ അനുകരിച്ച് വൃത്തികേട് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം സിനിമക്കാർക്ക് ഒരു വിഷയമല്ല. സിനിമയിൽ റീടേക്ക് പറ്റും. ആത്മഹത്യ ചെയ്ത പെണ്ണ് പിന്നെയും ഉണ്ടാവും ആത്മഹത്യ ചെയ്യാൻ ബാക്കി. യഥാർത്ഥ ലോകത്ത് അത് സാധ്യമല്ല. ഒരിക്കപ്പെട്ടാൽ കുടുങ്ങിപ്പോകും. ജീവിതം ദുസ്സഹമാകും. നിരവധിയായ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും. ഇതില്ലാതാവണമെങ്കിൽ എന്ത് വേണം? മക്കളെ ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൽ വളർത്തിക്കൊണ്ടുവരണം. ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച 1-ാം ദിവസം മുതൽ മൂത്രമൊഴിച്ചാൽ കുട്ടിക്ക് കഴുകി കൊടുക്കണം. വിസർജ്യത്തിൻ്റെ അതേപോലെ തന്നെയാണ്. രണ്ടും നജസാണ്, രണ്ടും കഴുകണം. പക്ഷേ വിസർജനം നടത്തിയാൽ കഴുകും. കാര്യം അതങ്ങനെ കഴുകാതെ വെച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. മൂത്രമൊഴിക്കണതൊരു വിഷയമല്ല. പാല് കൊടുക്കുന്നത് ബിസ്മി ചൊല്ലിയാവണം. അത് കുട്ടി കുഞ്ഞിലേ കേൾക്കണം. നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും നൽകുന്നത് വലത് കൈ കൊണ്ടാവണം, മേടിക്കുന്നത് വലത് കൈ കൊണ്ടാവണം. അവൻ വലത് കൈ അല്ലാത്തത് കൊണ്ട് മേടിക്കാൻ ശ്രമിച്ചാൽ 2, 3, 4 പ്രാവശ്യം അവൻ വലത് കൈയിലേക്ക് മാറ്റിപ്പിടിക്കുന്നത് വരെ കൊടുക്കണം. അവൻ സ്വീകരിക്കാൻ ഇടത് കൈ നീട്ടുമ്പോൾ നമ്മൾ പിൻവലിക്കണം.
1, 2, 3 ഒക്കെ ആകുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും ഈ കൈ അതിന് കൊള്ളാത്തത് കൊണ്ടാണ് എന്ന്. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ഓരോ കാര്യവും ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ അനുഷ്ഠിക്കാൻ അവരെ നമ്മൾ പര്യാപ്തരാക്കിയാൽ ഏത് കോളേജിൽ പോയി പഠിച്ചാലും അവർ അവരുടെ അടിസ്ഥാന ദീനിൽ നിന്ന് മാറൂല. നമുക്ക് പക്ഷേ അതിനൊന്നും ഒരു താല്പര്യമില്ല. ഞാനിവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു ഫുഡ് അവർ തയ്യാറാക്കിയത്. മരുസ്കാരം കഴിഞ്ഞാൽ ഞാനവിടെ ഇറങ്ങുന്നത്. മരുസ്കാരം കഴിഞ്ഞിട്ട് ആ ഡോക്ടറുടെ 2 ആൺകുട്ടികൾ വരുന്നുണ്ട് പള്ളിയിൽ നിന്ന്. അവർ തൊപ്പി വെച്ചിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിട്ടുണ്ട്, നല്ല മാന്യമായ പാൻറ്റുണ്ട്. ആ പാൻറ്റിന് കുറേ വാലും നൂലും, ആലിന് വയറിറങ്ങിയതുപോലുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ പാൻറ്റിന് പലയിടങ്ങളിൽ വലിയ വലിയ പോക്കറ്റുകളൊന്നുമില്ല. ആ പാൻറ്റ് പൂച്ച കടിച്ചിട്ടും കീറിപ്പോയിട്ടുമില്ല. നല്ല മാന്യമായ പാൻറ്റും നല്ല ഫുൾ കൈ ഷർട്ടും തൊപ്പിയിട്ടിട്ട് ആ കുട്ടികളിങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം ഉന്നതനായൊരു ഗവൺമെൻറ് ഡോക്ടറാണ്. പറയാതെ വയ്യ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു 3.5-4 വയസ്സ് കഷ്ടിച്ചുള്ളൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് പോലെ ഇങ്ങനെയുള്ള മുഖമക്കന ഇതുവരെ അടിച്ചിരിക്കണം. ഇവിടെ പിന്നുത്തിക്കല്ല, ഇതുവരെ അടിച്ച മുഖമക്കനയാണ് ഇട്ടത്. ഫുൾ കൈ ഷർട്ടാണ് ഇട്ടത്. ആ പെൺകുട്ടി പണ്ടൊക്കെ കുട്ടികൾ ഇട്ടിരുന്ന പോലെ ആ വട്ടത്തിലുള്ള പാവാട, അമ്മച്ചിക്കുട്ടിയുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, ആ വട്ടത്തിലുള്ള പാവാട ധരിച്ചിട്ടുണ്ട്. കഷ്ടിച്ച് 4 വയസ്സാവും. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വരുമ്പോൾ ഇന്ന് മുലേര് ചോറിനൊക്കെ വന്നപ്പോൾ ധരിച്ചതാണോ എന്ന് ഞാൻ മുട്ടിയിട്ട് ചോദിച്ചു. അതേ അങ്ങനെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കണത്? എല്ലാവരുടെ സ്ഥിരം വേഷം അതാണെന്ന് പറഞ്ഞു. വലിയൊരു ഗവൺമെൻറ് ആശുപത്രിയിലെ സീനിയർ ഡോക്ടറാകുന്ന അദ്ദേഹത്തിന് ദീനിനോട് ഇങ്ങനെ പ്രതിപത്തി കാണിക്കാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മക്കൾ വളരണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് പഠിച്ച ഇൽമു കൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കയ്യില്ലാത്ത കുപ്പായവും കീറിപ്പറഞ്ഞ ട്രൗസറും ഇട്ട് നമ്മുടെ പെങ്ങളെ നടത്താൻ എങ്ങനെ നമുക്ക് സാധിക്കുക? ഈ കുട്ടിയെ പിന്നെ അതിൽ നിന്ന് മാറ്റാനൊന്നും കഴിയില്ല. അതാണ് പ്രശ്നം. ഈയിടെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിന് ബാക്കിൽ സൂം ചെയ്ത് ഞാൻ എത്ര എണ്ണം ഉണ്ടെന്ന് കണക്കെടുത്തു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 10-14 ജോഡി ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നടുത്തിരിക്കുന്നു. അവർ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, ലിപ് ലോക്ക് നടത്തുന്നു. കുറേ ദൂരം നിന്ന് ഒരുത്തൻ ഫോണിൽ ചിത്രം എടുത്തതാണത്. കുറേ ദൂരം നിന്ന് സ്കൂള് ഉച്ചക്ക് വിട്ട ചെറിയ ഗ്യാപ്പിൽ 10-14 ജോഡി ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൻ്റെ ബാക്കിൽ വന്ന് ഇത്തരം സംഗതി പരസ്പരം കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക പശ്ചാത്തലം ക്യാമ്പസുകളിൽ പോലും രൂപപ്പെടുന്നു. ദൂരെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. അങ്ങനത്തെ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. താമരശ്ശേരി ചുരത്തിൻ്റെ 4-ാം വളവിൻ്റെ മേലെ നിന്നിട്ട് നോളജ് സിറ്റി ഫുള്ളായിട്ട് ഫോട്ടോ എടുക്കണ മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. അത്ര ദൂരമുള്ള സാധനങ്ങൾ അവിടെ നടന്നു പോണ ആളുകളുടെ ചിത്രമടക്കം പിടിക്കാൻ പറ്റുമോ? അത്ര ദൂരത്തുനിന്ന്. എങ്ങനെയായിരിക്കും ഈ പെൺകുട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ നശിച്ചത്? എന്തായിരിക്കും അവരുടെ കുടുംബജീവിതം? എങ്ങനെയായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരത്തി പറയേണ്ട കാര്യമില്ല. ദീന് പൂർണ്ണമായ രീതിയിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ നമുക്ക് പറ്റുന്നോ അവർ വിജയിക്കും. പാപ്പയും വല്ലിപ്പയും ഇങ്ങനെ ഖബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മക്കൾക്ക് അതൊന്നും പാടില്ല എന്ന് വിചാരിക്കരുത്. അവരെ കൂടെ കൂട്ടണം. ഈ വേദിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ മദ്യം കാണുക പോലും ചെയ്യാത്ത വലിയ വലിയ കാരണവന്മാരാണ് നിറച്ചുള്ളത്. പിന്നെ കുറച്ച് മദ്രസ വിദ്യാർത്ഥികളും അവർ ലേറ്റൊക്കെ കണ്ട കൗതുകത്തിന് വന്നതാണ്. എന്നെ കേൾക്കേണ്ട ടീനേജ് മൂത്തവരുണ്ട്, എന്നെ കേൾക്കേണ്ട യുവാക്കളുണ്ട്, എന്നെ കേൾക്കേണ്ട ഇത്തരം സംഗതികളിൽ പ്രലോഭിതരാവാൻ സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. ആരും ഇവിടെ വന്നിട്ടില്ല. സംഘാടകരായ ചില SSFകാരൊക്കെ കാണും. ആരും ഇവിടെ വന്നിട്ടില്ല. ഇനി ഏത് നാട്ടിലെയും ആത്മീയ സദസ്സുകളെടുത്ത് പരിശോധിക്കുക,
ഈ മുസ്ലിം ജമാഅത്തായിട്ട് റിട്ടയർഡ് ആകാൻ പോകുന്ന ആളുകളാണ് അതിൽ സമൃദ്ധമായിട്ടുണ്ടാവുക. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഉസ്താദ് വയലറണീനെ പറ്റി ആലോചിക്കുക. നേരത്തെ വന്ന അൽക്കഫും സലാത്തും ചൊല്ലി നിസ്കാരം കഴിഞ്ഞ് ദിക്റ് ചൊല്ലി പള്ളിയിൽ തന്നെ ഇരിക്കണ മഹാസാധുക്കളാകുന്ന 8-10 ആളാണത് കേൾക്കൽ. ഇതെങ്ങനെ സമൂഹത്തിലേക്ക് മതത്തിൻ്റെ മെസ്സേജ് എത്തിക്കുക? അതാ ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ വാപ്പ പോകുന്ന പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകണം. ഇതെൻ്റെ അപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കണം. നിനക്ക് ഓർമ്മയില്ലാടെ അപ്പപ്പാനെ എന്ന് ചോദിക്കണം. നമ്മൾ ദ്വാരുന്നില്ലെങ്കിൽ ഇപ്പപ്പാക്ക് വിഷമാവെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമ്മളവിടെ എത്തുന്ന സമയത്ത് നമ്മളെ തേടി മക്കളെത്തുകയുള്ളൂ. നമ്മൾ പങ്കെടുക്കുന്ന മഹദറത്തുൽ ബദരിയയിൽ നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരാകുന്ന മക്കളെയും പേരക്കുട്ടികളെയും മൊത്തം കൊണ്ടുവരണം. ഇത് മഹദറത്തുൽ ബദരിയയുടെ 10ാം വാർഷികമാണ്. മുറതെറ്റാതെ മാസം ആഴ്ചയിലൊക്കെ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദ്വാരക്കുകയാണെങ്കിൽ വലിയ കുണ്ടിൽ കുടുങ്ങുമ്പോൾ ബദരീങ്ങളുടെ കാവലുണ്ടാകും. അതിന് മക്കളൊപ്പം വേണം. ഏതാനും ചെറുപ്പക്കാർ വന്നാൽ തന്നെയും കാരണവന്മാർ പോയിട്ട് ചോറ് പാക്ക് ചെയ്യാൻ നിൽക്കണം. അവരെ ചോറ് പീക്ക് ചെയ്യാൻ വേണ്ടി പുറത്തു കൂടി വിടരുത്. ഇതൊന്നും കേൾക്കാതെ ജീവിക്കേണ്ടവരല്ല അവരാണ് കേൾക്കേണ്ടവർ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് വിദഗ്ധനായ ഒരാളെ വന്ന് ക്ലാസ് എടുപ്പിക്കുന്നു. എന്താ ചെയ്യുക? അമ്മമ്മ നിങ്ങൾ പൊയ്ക്കോളിട്ടോ, ഞാൻ അവിടെ നിൽക്കാമെന്ന് പറയും. അങ്ങനെ അമ്മമ്മാനെ പറഞ്ഞയക്കും, ഉമ്മാനെയും പറഞ്ഞയക്കും. എന്നിട്ട് മൂപ്പത്തിയെടുക്കും ഇൻസ്റ്റാ. പിന്നെ ചാറ്റിങ്ങായി, ചീറ്റിങ്ങായി, പിന്നെ പലതുമായി. ഒന്നുമില്ലെങ്കിൽ അതിലിങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ഒരുത്തൻ ട്രെയിനുമ്മ കയറിയതും ട്രെയിനുമ്മ ഇറങ്ങിയപ്പോൾ വീണപ്പോൾ ചിരി വന്നതും ഇതന്നെ കണ്ടുകൊണ്ടിരിക്കും. വേറൊരുത്ത ഇതേ പരിപാടി കാറുമ്മ കാട്ടി, ഓനും വീണു, ഓനും ചിരിച്ചു. വേറൊരുത്തെന്തോന്ന് കാട്ടി, വേറൊരുത്തെന്തോന്ന് ഇരിക്കണ സമയത്ത് അവിടെ പൈൻ്റ് ഒഴിച്ചു പോയി. എന്നിട്ട് ഏതോ ഒരു പെണ്ണ് ഇരുന്നു. ഓൾ എണീറ്റപ്പോൾ മൂട്ടിലാകെ പൈൻ്റായി. എന്നിട്ടാ ഒന്നുമില്ല, എന്നിട്ടോ തന്നെ. അതിന് കഥ പറയലുണ്ടല്ലോ. അങ്ങനെ കുരങ്ങം അത്തിമരത്തിൽ കയറി, എന്നിട്ടാ കുലുക്കി, അപ്പോൾ പുഴയ്ക്ക് വീണു, എന്നിട്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ മറുപടി അതാ ക്ലും. ഇത് കണ്ടുകൊണ്ടിരിക്കുക. റീലിൽ നിന്ന് റീലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. റീലൊരു തോന്യാസമായി സമൂഹത്തെ സ്വാധീനിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. ഹജ്ജിന് പോണത്, ഉംറക്ക് പോണത് ഫുൾ റീല്. അങ്ങനെ ഇതാ ഞങ്ങൾ വിമാനത്താവളത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ താത്ത ഒരുത്തം അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് വിട്ടുവന്നിരിക്കുക. എന്നിട്ട് പറയാം, ഇതേക്കുറിച്ചൊന്നും പ്രസംഗിക്കാൻ ധൈര്യമല്ലല്ലേ. ഏതോ ഒരു ഉമ്മാമ എവിടെ പോയപ്പോൾ ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞോലോ, ഇതിനെക്കുറിച്ച് പറയാൻ ധൈര്യമല്ലല്ലേ. എന്താ അത്ര ഹജ്ജും ഉംറയ്ക്കും മുടങ്ങി എനിക്ക് വലിയ നഷ്ടം വരും അത്രേ. ഒരു 10 ട്രാവൽസ് ഒന്നിച്ച് നടത്തണ മാതിരി അവിടെ ഹജ്ജും ഉംറ കൊണ്ട് ഞാൻ ജീവിക്കണത് പോലെ. എന്ത് വരാൻ പരിശുദ്ധ ദീന് പറഞ്ഞിട്ട്? എന്ത് വരാൻ? കയറുന്നിടത്തൊക്കെ ഞാനത് കണ്ടു നോക്കി. കയറുന്നിടത്തൊക്കെ റീൽ. ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്, ഇതാണ് വിമാനം, ഇതിലൂടെയാണ് വിമാനത്തിൽ കയറൽ, ഇതാ വിമാനം കിടക്കണ്, വിമാനത്തിലെ സീറ്റ് ഇങ്ങനെയാണ്, അങ്ങനെ ഞങ്ങൾ ഇതേ ലാൻഡ് ഇരിക്കണ്, ഞങ്ങളിതാ റൂമിലെത്തിയിരിക്കണ്. ഓരോന്നും ഇങ്ങനെ റീൽ ചെയ്ത് മുറിച്ച് വിട്ടുകൊണ്ടിരിക്കുക. എന്താ ഹജ്ജ്? എന്താണ് ഹജ്ജ്? ഞാൻ സമ്പന്നനാണെന്നുള്ള കാണിച്ചു കൊടുക്കലല്ല ഹജ്ജ്. അള്ളാഹിൻ്റെ മുമ്പിൽ പച്ചപ്പാവമാണെന്ന് ബോധ്യപ്പെടലാണ് ഹജ്ജ്. ആരെയും ബോധ്യപ്പെടുത്തലല്ല. ഫഖീറായി ചെറിയ വസ്ത്രം ധരിച്ച് പൊടിയേറ്റ് വെയിലുകൊണ്ട് ശാരീരികമായി കഠിനാധ്വാനം ചെയ്ത് മിനയിൽ നിന്നും മുസ്ദലിഫയിൽ നിന്നും തിരക്ക് സഹിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് 10 മീറ്റർ മാത്രം സഞ്ചരിക്കുന്ന വണ്ടിയിലൊക്കെ തിക്കിത്തിരക്കി നിന്ന് ഞാനെന്ന മഹാഹങ്കാരി നിസ്സാരനാണെന്ന് ബോധ്യപ്പെടലാണ് ഹജ്ജ്. ഇതേ ഞങ്ങൾ ഡ്രസ്സ് നടക്കണം, ഇതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കണം. റീൽ ചെയ്യാൻ ഹജ്ജ് ചെയ്യണത്? ഇതേക്കുറിച്ച് പറയാൻ ധൈര്യമല്ലേ എന്ന്? ഇത് ധൈര്യത്തിൻ്റെയും തോൽപ്പിക്കലിൻ്റെയും പ്രശ്നമല്ല. ആരെയും തോൽപ്പിക്കാൻ പറയുന്നതല്ല. ഞാനീ പറഞ്ഞത് ഒരു സ്ത്രീയെ കുറിച്ചുമല്ല. അങ്ങനത്തെ നിരവധിയായ സ്ത്രീകളുണ്ട്. പുരുഷന്മാരുണ്ട്. പുരുഷന്മാരെന്താ പറയാത്തൊന്നും ഇനി കമൻറ്റ് ചെയ്യണ്ട. പുരുഷന്മാരിൽ അത് വ്യാപകമാണ്. സ്ത്രീകൾ അങ്ങനെ അല്ലായിരുന്നു. കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ടായിരുന്നു, മാന്യരായിരുന്നു, ധാർമ്മിക മൂല്യങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 33-ാമത്തെ വാക്യം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. പഴയകാല ജാഹിലിയ സംസ്കാരത്തിൽ പെണ്ണുങ്ങൾ കാണിച്ചതുപോലെ ആകർഷിപ്പിച്ചുകൊണ്ട് നിയമം തെറ്റിച്ചുകൊണ്ട്
നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുതെന്ന പരിശുദ്ധ വേദത്തിൻ്റെ വാക്യം സ്വീകരിക്കുന്നവരായിരുന്നു. ഒരു വളങ്ങടൂര് അത് വിൽക്കാൻ ഉംറക്ക് പോവുക. ഫറള് കഴിഞ്ഞു, ക്ലോസ്. ഫറള് കഴിഞ്ഞു. സഹോദരി, പരിശുദ്ധ ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ കുറേ പെണ്ണുങ്ങൾ ഒന്നിച്ച് ഹജ്ജിനോ ഉംറക്കോ പോകാൻ പറ്റുന്നത് ഫറളായ ഹജ്ജോ ഉംറയോ ആകുമ്പോൾ മാത്രമാണെന്നറിയണം. പിന്നെ അതേ കമ്പനിയിൽ അതേ ഉസ്താദിൻ്റെ ഇമാറത്തിന് കീഴിൽ ഒന്നും കൂടിയും പോകാൻ അടുത്ത വളവരാൻ പറ്റുമോ? നോ. പറ്റണമെങ്കിൽ നിന്റെ സഹോദരൻ വേണം, പ്രായപൂർത്തിയായ മകൻ വേണം, നിന്റെ ഭർത്താവ് വേണം, നിന്റെ വാപ്പ വേണം, നിനക്ക് കെട്ടൽ ഹറാമായ ഏതെങ്കിലും ഒരു മഹറം കൂടെ വേണം. ഹജ്ജിൻ്റെ കാര്യം, ഉംറയുടെ കാര്യം, ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ജീവിതം ദുസ്സഹല്ലേന്നോ? വല്ലാഹി ദുസ്സഹമല്ല. അതാണ് സന്തോഷം. അനുഭവിച്ചു നോക്കുക, അതാണ് പരമാനന്ദം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചതവിടെ മദീനയിൽ. അന്ന് ഹജ്ജിന് 40 ലക്ഷം ആളുകളുടെ തിരക്കുണ്ടോ? സൗദിയിൽ നിന്ന് തന്നെ ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ 16,000 റിയാൽ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അന്ന് ഉംറക്ക് ഡെയിലി പോകാൻ പറ്റൂലേ? പറ്റും. എന്നിട്ട് ഒരൊറ്റ ഹജ്ജും ഉംറയുമാണ് മഹദി നിർവഹിച്ചത്. മനസ്സിലാക്കണം, ഒരൊറ്റ ഹജ്ജും ഉംറയുമാണ് മഹദി നിർവഹിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 19 65 വർഷം ജീവിച്ചു. മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടും ഏകദേശം 46-47 വർഷം ജീവിച്ചു. മഹദിയ ആയിഷത്തു സിദ്ദീഖ, മുത്തറസൂലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ പ്രിയപ്പെട്ട പുത്രി. അല്ലിമു ശിത്രദീനിക്കും അന്നാദിഹിൽ ഉമൈറ. ഈ ചുമന്ന ഹുമൈറയിൽ നിന്ന്, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന്, ഈ ചുമന്ന പക്വമതിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം പഠിച്ചെടുക്കണമെന്ന് മുത്തറസൂൽ പ്രശംസിച്ചു. നിരവധിയായ സഹാബിവര്യന്മാരുടെയും താബിഈങ്ങളുടെയും ഗുരുസ്ഥാനീയയായി മുഹമ്മദ് ബിൻ മുങ്കദിർ, ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ 19 ഉദ്ധരിച്ച റാവിയാണ്. ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സഹീഹിൽ 31 ഉദ്ധരിച്ച റാവിയാണ്. അബൂദാവൂദിൽ 200-ലപ്പുറം കാണും. മറ്റെല്ലാ മുസ്നദിലും സഹീഹിലും മഹാനായ മുഹമ്മദ് ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ആരുടെ ശിഷ്യനാ? ആയിഷ ബീവിയുടെ ശിഷ്യൻ. നിസ്കാരവും ദിക്റും ഖുർആനോത്തും പതിവ് ദിക്റുകളും ഋതുകളൊക്കെ കഴിഞ്ഞാൽ മഹദിയ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ വീട്ടിൻ്റെ മുൻവശത്ത് പറയുന്നത് കേൾക്കും വിധത്തിൽ ആരെയും കാണാതെ വന്നിരിക്കും. ഓരോരുത്തരിങ്ങനെ വരും, ഉമ്മി ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതെങ്ങനെ നിർദ്ധാരണം ചെയ്യണം? ഞാനും മുത്തറസൂൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കേസുണ്ടായി, ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. മഹദി പരിഹാരം പറഞ്ഞു കൊടുക്കും. അതിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. മുഖത്ത് നോക്കി മുത്തറസൂലിൻ്റെ വചനങ്ങളിലൂടെ പടച്ച റബ്ബ് വാക്ക് കൊടുത്തു, ലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കൊണ്ട് ഈ ഒരു മഹത്വം ലഭിക്കുന്ന ഏക വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവ്. അദ്ദേഹവും കാണും, ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് പരിഹാരം? മഹദി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് പരിഹാരം. ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുണ്ട്, മുഹമ്മദ് ബിൻ മുങ്കദിർ തങ്ങളുണ്ട്, പലരുണ്ട്. ഇവരുടെയൊക്കെ ഗുരുസ്ഥാനീയയായ പണ്ഡിത പ്രമുഖയായ നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന്. അറബികളുടെ പ്രയോഗമാണ്. അവർ പെൺകുട്ടികൾ നല്ല വെളുത്ത് മനോഹരികളാകുമ്പോൾ ഹുമൈറ എന്നാണ് പ്രയോഗിക്കുക, ചുമന്ന പെൺകുട്ടി. കാരണം ഈ ബയാള്, വെളുപ്പ് എന്നുള്ള സാധനം വെള്ളപ്പാണ്ടിന് വ്യാപകമായൊരു പ്രയോഗമുണ്ട്. അപ്പോൾ അബിയൽ എന്ന് പറയില്ല. ഇലാഫത്തും അലിഫ്ലാമും ഒക്കെ ഇല്ലാതാവുമ്പോൾ മുദക്കറാണ് എല്ലായിടത്തും ഉപയോഗിക്കുക. ഇസ്മു തഫ്ദീൽ നമുക്കറിയാം, ഞാൻ പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പോൾ അബിയൊന്നും പ്രയോഗിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബയാളുമായി ബന്ധപ്പെട്ട പ്രയോഗം നടത്തൂല. കാരണം അത് വെള്ളപ്പാണ്ടിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നല്ല വെളുത്ത മനോഹരിയായ പെൺകുട്ടികളെ കുറിച്ച് അറബികളുടെ സാഹിത്യത്തിലെ സ്ഥിരം പ്രയോഗമാണ് ഹുമൈറ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം പഠിക്കണം.
ആ മഹ്ദി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രി ആയിഷ ബി റളിയല്ലാഹു അൻഹ ഒരൊറ്റ പ്രാവശ്യമാണ് വിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്തത്. മദീനയിലാണ് ജീവിച്ചത്. തിരക്കില്ലാത്ത കാലത്താണ് വളർന്നത്. ആരാരും ഇല്ലാത്തപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കൂട്ടിയിട്ട് പോയി വരാൻ വിചാരിച്ചാൽ 2-3 പ്രാവശ്യം ഒരു ദിവസം തന്നെ ഉംറ ചെയ്യാമായിരുന്നു. പക്ഷേ പരലോകമാണ് പ്രധാനമെന്ന് വിശ്വസിച്ചു. റീല് ചെയ്യാൻ വേണ്ടി പിന്നെയും ഉംറക്ക് പോകുന്ന സഹോദരിയോടാണ് പറയണത്. ആളെ കാണിക്കാൻ വേണ്ടി എന്നും ഉംറക്ക് പോയ ആളാന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടി അതിന് പോകുന്ന സഹോദരനോടാണ് പറയുന്നത്. ദീന് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒന്ന്, ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ ദീന് ഉള്ളിലേക്ക് കയറ്റി മക്കളെ വളർത്തുക. രണ്ടാമത്തേത്, മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ള സംവിധാനം വീട്ടിലൊരുക്കുക. എങ്ങനെ സംവിധാനം ഒരുക്കുക? അவ்விധത്തിൽ നമ്മുടെ വീടിനെ മാറ്റണം. പടച്ച റബ്ബേ, മദ്യപിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത കുട്ടി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അലമാര ഫുള്ള് വിദേശ മദ്യമാണെങ്കിൽ എങ്ങനെ കുട്ടിക്ക് ഇത് മനസ്സിൽ നിൽക്കുക? സിനിമ കാണരുതെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയ കാലത്ത് പറയാൻ പറ്റുമെന്നാണ് 100%. പലരെ പ്രമുഖരെന്ന് തോന്നുന്ന സെലിബ്രിറ്റികളും പഴയതുപോലെ സിനിമ പറാമല്ല എന്നൊക്കെ പറഞ്ഞ ഫത്വ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തള്ളിക്കളയണം. ചവറ്റുകൊട്ടയിലേക്ക് പുറംകാല് കൊണ്ടായാലും വേണ്ടില്ല, അകങ്കാല് കൊണ്ടാണെങ്കിലും വേണ്ടില്ല, അടിച്ചു തെറിപ്പിക്കണം. ഏത് വലിയ തറവാട്ട് പറന്നവനാണെങ്കിലും. സിനിമ ഹറാമല്ല, പഴയ പോലെ പോന്നോ, പഴയതിലേറെ 100 ഇരട്ടി സ്ട്രോങ്ങിൽ ഇപ്പോൾ ഹറാമാണ്. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്യുക, ദൃശ്യം മോഡൽ എന്ന് യൂട്യൂബിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ടായ കേരളത്തിലെ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് വരും. പഴയ പോലെ ഹറാമല്ലാന്നോ? ഏത് തറവാട്ടുകാരൻ പറഞ്ഞാലും എത്ര വലിയ സെലിബ്രിറ്റി ആയാലും തള്ളിക്കളയണം. പടച്ച റബ്ബിൻ്റെ ദീൻ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏതെങ്കിലും തറവാട്ടുകാരനെ ന്യായീകരിക്കാനും വക്രീകരിക്കാനും ഉള്ളതല്ല അത്. അതാണ് മനുഷ്യൻ കാണിക്കേണ്ട റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട്. കുട്ടി മദ്രസയിൽ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇനി അതൊന്നും വേണ്ട, ഇനി ഞാൻ കാണൂല എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് വരുമ്പോൾ വീട്ടുകാരെ ഒന്നിച്ച് വലിയ ചുമരിൽ ഒന്നിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാർ വരുമ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് തിരിയണ TV, ചുമരടക്കം തിരിയണ TV. അല്ലാ, ഭയങ്കര സംഭവം തന്നെ. എൻ്റെ ഒരു ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഒരുത്തൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് ഉദ്ഘാടനത്തിന് അവൻ ക്ഷണിച്ചിട്ട് ഞാൻ പോയി. ഞാൻ അന്ന് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല, പിന്നൊരു ദിവസം ഞാൻ പോയത്. അപ്പോൾ കയറ്റി അങ്ങനെയൊക്കെ ഇരുത്തിയപ്പോൾ ചുമരൊക്കെ റെഡിയാണ്. ആ സിറ്റൗട്ട് അല്ല, അതും കഴിഞ്ഞിട്ട് വേറെ റൂമിൽ. അത് കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ കരുതി അകത്തേക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് ഇത്ര വലിയ TV ഇരിക്കണം, ഒരു ചുമരോളം വലിയ TV. ശരിക്കും എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് തോന്നിയാസെന്ന് ചോദിച്ചു. വെറുതെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് സിനിമ കാണൂലേ ഒന്നിച്ച്. അപ്പോൾ ഉമ്മയും വാപ്പിയും മകളും മക്കളും ഒന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത കുറേ ചർച്ചകൾ അതിൽ വരൂലേ. ചില മറകളുണ്ട്, പൊളിക്കാൻ പാടില്ല. ഇവിടെ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കൂ. ഉമ്മയും മോളും അതിങ്ങനെ വിസ്തരിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഉമ്മക്ക് കൂട്ടുകാരിയോടാവാം, വല്ല ഖൈറുണ്ടെങ്കിൽ മോൾക്ക് അവളുടെ കൂട്ടുകാരികളോടാവാം. ഈ ബലാത്സംഗം, കൊലപാതകം ഇതൊന്നും ഉമ്മയും മോളും സംസാരിക്കാൻ പാടില്ല. നമ്മളുടെ ഇടയിൽ ചില അലിഖിതമായ നിബന്ധനകളും ബന്ധനങ്ങളും ഉണ്ട്. സിനിമ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഇത് മാറുന്നു. ഇതെൻ്റെ പെങ്ങളാന്ന് ബോധ്യം വരാതിരിക്കുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരം കയറുമ്പോൾ പെങ്ങളെ തന്നെ അവിടെ ഇവിടെ പിച്ചാനും മാന്താനും സഹോദരൻ തയ്യാറാകുന്നു. വെറുതെ പറയണതല്ല. അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് സിനിമ കണ്ടിട്ട് സഹോദരനാൽ ഗർഭിണിയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്താണ്? കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധനോട് ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്? സാറേ, പ്രലോഭിതനായി പോയി എന്നാണ്. അന്ന് പപ്പ വീട്ടിലില്ലായിരുന്നു, മമ്മി വീട്ടിലില്ലായിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും സിനിമ കാണുമായിരുന്നു ഒന്നിച്ച്. അവൾ ധരിച്ചത് സ്ലീവലെസ് ആവുന്നൊരു ടീഷർട്ടായിരുന്നു, പിന്നെ ഒരു ട്രൗസറും ആയിരുന്നു. ഞാൻ ധരിച്ചത് ഒരു ബർമൂഡയായിരുന്നു. സിനിമ ഇങ്ങനെ അരങ്ങേറി വന്നപ്പോൾ എൻ്റെ സഹോദരിയാണെന്നുള്ളത് ഞാനും, ഞാൻ ബ്രദറാണെന്നത് അവളും മറന്നുപോയി എന്നാണ്. ഇത് പാടില്ലെന്ന് ഉസ്താദ് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വലിയ സ്ക്രീനിൽ കാണാനുള്ള സംവിധാനമാണ് വീട്ടിൽ. ഞാൻ ഈ ചങ്ങാതിയോട് ചോദിച്ചു, എന്ത് പരിപാടി, ഇതിനിപ്പോൾ 1,00,000 രൂപ ചിലവാവില്ലേ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് കണ്ട സ്ഥിതിക്ക് കാണിച്ചു തരാം, 1,00,000 ഒന്നുമല്ല, അതിലേറെ കുറേ വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ TV ഇങ്ങനെ പിടിച്ചു വലിച്ചു. അപ്പോൾ അതിങ്ങനെ പുറത്ത് ചുമരായി.
ടി വി ഡൈനിങ് സിറ്റൗട്ടിലേക്ക് പോയി, ആ ഇരിക്കുന്ന ലിവിങ് റൂമിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ടി വി ചുമരടക്കം ഡൈനിങ് ഹാളിലേക്ക് വരും. അപ്പോൾ അയാൾ എന്നോട് ഉള്ളത് പറയാലോ ഉസ്താദേ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും അത് മെല്ലെ തിരിക്കാൻ ഞാൻ മോനെ ഏൽപ്പിച്ചിരുന്നു. ആ ചെങ്ങായി അങ്ങോട്ട് പോയി എന്നാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാനിങ്ങനെ വരുന്ന താളത്തിനനുസരിച്ച് ഇതിങ്ങോട്ട് തിരിച്ചപ്പുറത്തേക്ക് വെക്കാൻ. അപ്പോൾ പുറത്തും ചുമര്. ഇനി ഭക്ഷണം കഴിച്ച് കൈ കഴുകി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും തിരിച്ചേക്കുക, അപ്പം അങ്ങോട്ടും ചുമര്. ഇങ്ങനെ ഒച്ചോളി കളിച്ചിട്ടൊക്കെ സിനിമയാണ്. എന്തൊരു മാത്രമുള്ള കാര്യം എന്നറിയാം. ഈ തോന്നിയ സംഘടന കോമാളികളൊക്കെ ഉദ്ഘാടനത്തിന് വന്ന ചെറിയ കുട്ടികളൊക്കെ വല്യപ്പാരിങ്ങനെ താങ്ങി പിടിച്ച് കാണിച്ചു കൊടുക്കുക, കണ്ടോ എന്ന് ചോദിക്കുക. അജറുൽ അസ്വദ് മുത്തിക്കണമായിരിക്കും. എന്തോ ഒരു ഉഷാറാന്നറിയാം. ഇത് നടക്കുന്ന വീട്ടിൽ പഠനം പകുതി കുറയുമെന്ന് പേരോടുസ്താദോ പൊന്മുളസ്താദോ എ പി ഉസ്താദോ പറയണതല്ല. ഡോക്ടർ മാത്യു വെല്ലൂരിൻ്റെ എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുക. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സൈക്കാട്രിസ്റ്റാണ് അദ്ദേഹം. വീട്ടിൽ മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താനുള്ള സംവിധാനം വേണം. ഒന്ന് സൗകര്യങ്ങൾ, രണ്ടാമത്തേത് നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാവണം. കലബലാ പറയണം അമ്മ, സുന്നത്ത് സ്കരിക്കാത്ത അമ്മ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ വലതുകാലം മുന്നിൽ വെക്കണം അമ്മ, കുട്ടി മദ്രസക്ക് പോകുമ്പോൾ വലതുകാലം ചൊല്ലി ബിസ്മില്ല ഇറങ്ങിക്കോന്ന് തെറ്റു പറഞ്ഞു കൊടുക്കണം അമ്മ. പുതിയ എണ്ണ ഇറങ്ങുകയാണെങ്കിലും പുതിയാപ്പിള ഇറങ്ങുകയാണെങ്കിലും അജ്ജിന് പോവാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാലം മുന്നോട്ട് വെക്കേണ്ടത്. ടോയ്ലറ്റിലേക്ക് തലമറക്കാതെ കുട്ടി പോണ കാണുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തമ്മ. ഇടതുകാലം വെച്ചിരിക്കുന്നതും മുപ്പത്തിക്ക് വിഷയമല്ല, ചെരുപ്പിടാതെ പോകുന്നതും വിഷയമല്ല, കുട്ടി നിസ്കരിക്കാതിരിക്കണതും വിഷയമല്ല, ഖുർആൻ ഓതാതിരിക്കണതും വിഷയമല്ല. അങ്ങനത്തെ സാഹചര്യം വരാൻ പാടില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ കണ്ട് മക്കൾ എഴുന്നേൽക്കണം. ഖുർആൻ ഓതുന്ന വാപ്പയുടെ സ്വരം കേട്ടിട്ട് മക്കൾ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൂടെ പോരണം. ആ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും കളിയാടിടും. ആ കുടുംബം എപ്പോഴും വിശുദ്ധി പാലിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് ആവശ്യം. അതിനാവണം നമ്മുടെ യത്നം. ബഹുമാന്യരാവുന്നൊരു സയ്യിദിനെ സ്മരിക്കുന്ന വേദി കൂടെയാണിത്. ദീർഘിച്ച് ഞാൻ പറയുന്നില്ല. മഹദറത്തുൽ ബദരിയയുടെ 10ാം വാർഷികം കൂടെയാണിത്. ദീനിനു വേണ്ടി ആത്മാവ് ത്യജിച്ചവർ, നമ്മളെപ്പോലെ മക്കളും കുട്ടികളും കുടുംബവും ഭാര്യയും മാതാപിതാക്കളും തോട്ടവും കൃഷിയൊക്കെ ഉണ്ടാവേണ്ടവർ, നമ്മളെപ്പോലെ മോഹങ്ങളും വിചാരങ്ങളുമുള്ള പച്ച മനുഷ്യർ, ആയുധം പോലുമില്ലാതെ ദീനിനവർ കാവൽ നിന്നു. അല്ലാഹുവിൻ്റെ റസൂലാകുന്ന ദിവ്യപ്രകാശം അണയാതെ കെടാതെ അവർ സംരക്ഷിച്ചു. ആ സമൂഹം കൈമാറിത്തന്ന, കഠിനാധ്വാനം ചെയ്ത് നമ്മിലേക്ക് സുരക്ഷിതമായി എത്തിച്ച ദീന് കൊണ്ടാണ് നമ്മൾ കളിയാടിയിടുന്നത്. ഇത് നേരം വെളുക്കോളം തുടരുന്നതിനൊരു പ്രയാസമില്ല. ഫിസിക്കൽ ട്രെയിനിങ് പാടില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ യശസ്കരിക്കാൻ 4 റക്അത്തിന് സമയം കിട്ടൂല, ക്ഷീണമായിരിക്കും. പലപ്പോഴും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും അതിരാവിലെ ഈ പുത്തനത്താണി റോഡ് അലത്തൂര് പോകുന്ന ഒരാളാണ് ഞാൻ. ചൊവ്വാഴ്ച രാവിലെ, ഇനി നാളെ രാവിലെ പോകാനുണ്ട്, സുബഹിസ്കരിക്കാനാവുമ്പോഴേക്ക് കടുങ്ങാത്തുണ്ടിലെത്തണം. എന്തിനാ ഞാനത് പറയണത്? പുത്തനത്താണി സുന്നിപ്പള്ളിയിൽ നിന്നാണ് പലപ്പോഴും ഞാൻ സുബഹിസ്കരിക്കാറുള്ളത്. സുബഹിസ്കാരത്തിൻ്റെ ജമാഅത്തിന് അവിടെ എത്തും. അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ കാണാം എൻഎച്ചിലുള്ള ചില പെട്ടിക്കടകളിൽ നിന്ന് ബൂട്ട് ഊരിപ്പിടിച്ച് ജെയ്സി തോളിലിട്ട് വേർത്തു കുളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും വരുന്ന ചെറുപ്പക്കാർ. ഫിസിക്കലി ട്രെയിനിങ് നല്ലതാണ്, അത് ദീനിയാവുമ്പോൾ വളരെ നല്ലതാണ്. വേർത്തു കുളിച്ച് ക്ഷീണിച്ച് സുബഹിയുടെ ജമാഅത്ത് നടക്കുന്നതിൻ്റെ മുമ്പ് ചായ കുടിക്കാൻ വരണമെങ്കിൽ അവർ എപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും? ഡെയിലി പരിപാടിയാണ്, ഒരു തടസ്സമില്ല. അത് കഴിഞ്ഞ് ചെല്ലും. ചിലപ്പോൾ സുബഹി പോലും നിസ്കരിക്കാതെ ഒറ്റ ഉറക്കുറങ്ങും 3-4 മണിക്കൂർ. നട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റിട്ട് കളിക്കാൻ വരാൻ ഒരു തടസ്സമില്ല. 2 റക്അത്ത് നിസ്കരിക്കാനാണ് പ്രയാസം. സുന്നത്തുകൾ മാറ്റിവെക്കാൻ തൽക്കാലം ഫർള് പോലും വേണ്ട വിധം നിസ്കരിക്കാൻ വല്ലാത്ത മടി. പല കാരണങ്ങളാൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. കോട്ടയവും മലപ്പുറവും തമ്മിലുള്ള ഫുട്ബോൾ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടക്കുന്നു കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ. കളി തുടങ്ങുന്നത് 6 മണിക്കാണ്. അന്ന് 15,000 ആൾ കൊള്ളുന്ന ആ സ്റ്റേഡിയത്തിൽ 25,000 ആൾ വന്നു. കളിക്കാർ ഓടിക്കളിക്കുന്ന ലൈന് വരെയും ആവേശം കൊണ്ട് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നു.
25,000 ആളുകളിൽ 80%-ലേറെ 90% മുസ്ലിങ്ങളായിരിക്കും. ഇനി കഥയുടെ ബാക്കി ഞാൻ പറയാം. കളി 1.5 മണിക്കൂർ കഴിഞ്ഞു. 2 ടീമും ഒരേ ഗോളിൽ സമനില പാലിച്ചു. എക്സ്ട്രാ ടൈം അരമണിക്കൂർ കൊടുത്തു, അതിലും സമനില പാലിച്ചു. പിന്നെ ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങളെത്തി. അതൊക്കെ കഴിഞ്ഞ് വേറെന്തോ പരിപാടി നടത്തിയിട്ടാണ് ഏതോ ഒരു ടീം ജയിച്ചത്. അൽഹംദുലില്ലാ ഖൈർ ജയിച്ചല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഖൈർ ജയിച്ചല്ലോ അല്ലേ? പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് 8:30 മലപ്പുറത്തിൻ്റെ സിരാ കേന്ദ്രത്തിൽ ഏകദേശം 21,000 22,000 മുഅ്മിനീങ്ങൾ ചുറ്റുഭാഗവും പള്ളി നിറഞ്ഞു നിൽക്കുന്ന ആ ടൗണിൽ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. ഈ തോന്നിയാസത്തിൻ്റെ പേര് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റൂല. ഈ വൃത്തികേട് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റൂല. ഫിസിക്കൽ ട്രെയിനിങ് ഒന്ന് വേറെ, ആരോഗ്യം ഉണ്ടാവാനുള്ള എക്സസൈസ് മറ്റൊന്ന്. സുബഹിയും മഗ്രിബും ഇശാവും ഖളാക്കിയിട്ടുള്ള ഈ ജാതി തോന്നിവാസം തൻ്റെ ഇടമുള്ള വാപ്പയാണെങ്കിൽ സമ്മതിക്കാൻ പറ്റൂല. തൻ്റെ ഇടല്ലെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നട്ടല്ലിന് പകരം വാഴപ്പിണ്ടിയുള്ളവരോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടക്ക് വെച്ചിട്ട് ഒരൊറ്റ വാളെടുക്കലുകൊണ്ട് ശരിയാവില്ല. പതിയെ പതിയെ അവരെ ചേർന്ന് നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. ഇതാണ് ദീൻ. ഇതിനപ്പുറമുള്ളതൊക്കെ ദീനിൻ്റെ പുറത്തുള്ളതാണ്. മാതാ ബഅദൽ ഹഖ് ഇല്ല വലാൽ. നന്മയ്ക്കപ്പുറമുള്ളത് എല്ലാം തിന്മയാണ്. ഹക്കിനപ്പുറമുള്ളത് മൊത്തം തിന്മയാണ്, വലാലാണ്. അത് മനസ്സിലാക്കി ആഖിറത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ മുന്നൊരുക്കത്തിൽ മുഴുകണമെന്ന് എന്നോടും പ്രിയപ്പെട്ട സഹോദരരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം നേരത്തെ ഞാൻ പറഞ്ഞു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും. അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അത് പേടിച്ച് ജീവിക്കണം. മനുഷ്യൻ്റെ ജീവിത ദൗത്യം എന്താണ്? ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 185 വാക്യത്തിൽ വിശദീകരിക്കുന്നു. വമൻ സുഹ്സിയാനിന്നാർ, ആര് നരകത്തിൽ നിന്ന് ദൂരെയായി, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കയറാനുമായി, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും, ഇത്തിരി ടാസ്ക് ആയിരിക്കും. വളരെ കുറഞ്ഞ കാലം 63 വയസ്സാണ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അതേ വയസ്സാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. വിജ്ഞാനത്തിൻ്റെ മഹാസാഗരം നീന്തിക്കടന്ന് ദീനീ വിജ്ഞാനത്തിൻ്റെ ഗിരിശൃംഖങ്ങൾ മുഴുവനും കയറി നിന്ന് പരിശുദ്ധമായ ഷാഫി ഫിഖ് ക്രോഡീകരിച്ച സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹിജറ 150 ജനിക്കുന്നത്. 204 വഫാത്താകുന്നത്. 54 വർഷം മാത്രം. നമ്മളെയും കാത്തിരിക്കുന്നു ആ ഒരു യാത്ര. കുറേ മോഹങ്ങളുണ്ട്, തീരണം എന്നാഗ്രഹമുണ്ട്. പേരക്കുട്ടിയുടെ കല്യാണത്തിന് പോലും വല്ലിപ്പയായിട്ട് ഉഷാറിലിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. പൂന്താനം പറഞ്ഞതുപോലെ കരേറുന്നു മോഹവും. മോഹം അങ്ങനെ കയറി കയറി വരുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ചൊരു യാത്രയുണ്ട്. എല്ലാം ഉപേക്ഷിച്ചൊരു യാത്രയുണ്ട്. തീരെ മടക്കല്ലാത്ത യാത്ര. ഏത് നിമിഷവും അത് നമ്മുടെ അത് കടന്നു വരും, നമ്മിലേക്ക് കടന്നു വരും. മരണമെത്തുന്ന നേരത്തരികിൽ നീ ഉണ്ടായിരിക്കണം എന്ന് പാട്ട് പാടിയിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ആരുണ്ടായിട്ടും പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. മരിക്കുന്നതിൻ്റെ മുന്നേ ഇനിയുള്ള യാത്ര, നിത്യതയുടെ ജീവിതം, പരമാനന്ദത്തിലാവാനുള്ള കഠിനാധ്വാനം ചെയ്യണം. ചിലതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ചില കാഴ്ചകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ചില സംസാരങ്ങളൊക്കെ മുടക്കേണ്ടി വരും. പലതിനോടും നോ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയുടെ 8 വാക്യം മറക്കരുത്. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം പിടികൂടുക തന്നെ ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കും? ആത്മാവിൻ്റെ വിഭ്യന്തരങ്ങൾ എന്നും പറഞ്ഞ പുസ്തകമുണ്ട് ഷംസുദ്ദീൻ മുബാറക്കിൻ്റെ, വായിച്ചു നോക്ക്. നമ്മുടെ ബോഡിക്ക് എന്ത് പറ്റും? 27 വർഷം മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടെ പത്തോളജി വിഭാഗം മേധാവിയാകുന്ന ഡോക്ടർ ഷേളി വാസുവിൻ്റെ പുസ്തകമുണ്ട് പോസ്റ്റ്മോർട്ടം ടേബിൾ. ഒന്ന് വായിച്ചു നോക്കുക. മാറും, വികാരങ്ങൾ മാറും, മോഹങ്ങൾ മാറ്റി എഴുതും. പുറത്തിണങ്ങണമെങ്കിൽ ചുണ്ട് ചുവപ്പിക്കണമെന്ന വികാരം തീരും. ഈ ചുണ്ട് എന്താവും എന്ന് ഷേളിവാസ് വിശദീകരിക്കുന്നുണ്ട്. എത്രാം ദിവസം കണ്ണ് തുറിച്ചു വന്നിട്ട് പൊട്ടിപ്പോകുമെന്നവർ പറയുന്നുണ്ട്. വയറെന്നാണ് വീർത്ത് 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 വന്ന് കബറോളം പൊന്തിയിട്ട് പൊട്ടുക എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാണ് എല്ലുകൾ മാത്രം പൊന്തി നിന്ന് നമ്മൾ ഈ സന്തോഷത്തോടെ കൊണ്ടു നടന്ന ശരീരം കബറിലാകെ കണ്ട് ചീഞ്ഞ്
ഒരു പേസ്റ്റ് പരുവത്തിൽ പരന്ന് കിടക്കുക എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പിന്നെ എന്നാണ് നെഞ്ചിൻ്റെ എല്ലുകൾ ഓരോന്നോരോന്ന് കൊഴിഞ്ഞു വീഴുക എന്നുള്ളത് പറയുന്നുണ്ട്. കൗതുകം തോന്നും. ഞാൻ അങ്ങനെ ആവേണ്ട ആളാണ് നിങ്ങളും, ഞാൻ അങ്ങനെയാവേണ്ട ആളാണ് നിങ്ങളും. മനുഷ്യ ശരീരത്തിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുക. മണ്ണിലെല്ലാം ഉണ്ട്, എല്ലാം മണ്ണിൽ +3 കൂടെയുണ്ട്. ഈ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തിയ വസ്തുക്കൾ മൊത്തം വാങ്ങാൻ മാർക്കറ്റിൽ പോയാൽ 2000 രൂപ തികയില്ല. 2000 രൂപ തികയില്ല, അത്ര മതി. 80% വെള്ളമാണ്, കുറച്ച് അയൺ, സിങ്ക്, ഫോസ്ഫറസ്, മഗ്നീഷ്യം. ഒരു തീപ്പെട്ടി ഉണ്ടാക്കാൻ മാത്രമേ ഫോസ്ഫറസ് ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ. ഇതിനെ അലങ്കരിക്കാനാണ് ജീവിതം പാഴാക്കി കളയണത്. ഇതിനെ പിന്നെയും പിന്നെയും കൊഴുപ്പിക്കാനും ചൊറുക്കൂട്ടാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശരാശരി വീട്ടിലെ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെൺകുട്ടിക്ക് പോലും പുറത്തിറങ്ങണമെങ്കിൽ ചുണ്ടിൽ പെയിൻ്റ് അടിക്കണം. പ്രിയപ്പെട്ട മകളെ, ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഈ പെയിൻ്റ് അടിക്കുന്ന സാധനത്തിൽ മെർക്കുറി എന്ന് പറയുന്ന മാരകമായ വിഷപദാർത്ഥമുണ്ട്. 1 ഗ്രാമിൻ്റെ 100-1 അകത്ത് ചെന്നാൽ പോലും കിഡ്നി അടിച്ചു പോകും. പിന്നെ മതം അവിടെ നിൽക്കട്ടെ, ചുവന്ന ചുണ്ടായിട്ട് ഇങ്ങനെ ചിരിച്ച് നടക്കുന്നത് അവിടെ ഇരിക്കട്ടെ. ഇത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിഡ്നി പോകും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ളത് നമ്മുടെ മലപ്പുറത്താണ്, മറക്കരുത്. അതുകൊണ്ട് ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചെടുക്കണം. അതിന് ചില നിയന്ത്രണങ്ങൾ പാലിക്കണം. മതം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളോടൊപ്പം നമ്മുടെ മക്കളെയും നമുക്ക് കൊണ്ടു നടക്കാനാവണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള മുന്നൊരുക്കവും നിമിത്ത കാരണവുമായി നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കണേ റഹ്മാനെ. വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്, എല്ലാം നീ നിവർത്തിച്ചു തരണേ റഹ്മാനെ.